നിനക്ക് കഴിക്കുമ്പോഴെങ്കിലും ഈ കുന്തെടുത്തൊന്ന് താഴെ വെച്ചൂടെ? എപ്പോ നോക്കിയാലും മൊബൈൽ തന്നെ. അമ്മേ, കുറച്ച് വെള്ളം. നാ. ആ, നീ വന്നോ? കഴിക്കാൻ എടുക്കട്ടെ? ഇപ്പൊ വേണ്ടമ്മേ, എനിക്കൊന്ന് കുളിക്കണം. അച്ഛൻ എവിടെയമ്മേ? ദേ രാവിലെ പത്രത്തിൽ ന്യൂസ് വായിച്ച ശേഷം ആകെ വിരളി പിടിച്ച് നടപ്പുണ്ട്. ദേ ഇപ്പൊ മുറിയിലോട്ട് കയറിയിട്ടുണ്ട്. എങ്ങോട്ടാ പോവാനാന്ന് തോന്നുന്നു. ആ, ദേ വന്നല്ലോ. കഴിക്കാൻ എടുക്കട്ടെ? എന്ത് പറ്റി അച്ഛാ? ഒരു മൂഡ് ഓഫ്? ഒന്നുമില്ല മോളെ, അത് വെറുതെ. അത് നമ്മുടെ ബാർ ലൈസൻസുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ്. 2 ദിവസം മുമ്പ് ജയേഷനോട് സംസാരിച്ചിരുന്ന, പക്ഷെ ഇന്ന് നോക്കിപ്പോൾ എല്ലാ പത്രത്തിലും അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. ഓ, അപ്പൊ ഇനി അയാൾക്കും കാശ് കൊടുക്കണമായിരിക്കും. ഓ അതല്ലടി, പുതിയ ലൈസൻസിന് ഹൈവേയിൽ നിന്ന് നിശ്ചിത ദൂരമുള്ള ബാറുകളെ പരിഗണിക്കുന്നുള്ളൂ. അയ്യോ, അപ്പൊ ഇനി എന്റെ സ്വർണ്ണമൊക്കെ? നിന്റെ സ്വർണം ഇവിടെ കടം മേടിച്ചോട് എന്തോ പറയുന്ന ജോഡി നടക്കുവാ ഞാൻ. അത് 1 2 അല്ലല്ലോ. ഹലോ, അതെ, നമ്മൾ പറഞ്ഞ സമയമൊക്കെ എപ്പോഴേ കഴിഞ്ഞു. ഞാൻ തന്നോട് കുറച്ച് മനസാക്ഷി കാണിച്ചു. താൻ ബാർ ഇന്ന് തുറക്കും നാളെ തുറക്കും എന്ന് പറഞ്ഞ് കുറെ നാളെ എന്നിട്ട് വലിപ്പിക്കുന്നു. തനിക്ക് ഞാൻ 2 ദിവസം കൂടി സമയം തരാം. എന്റെ കാശ് എനിക്ക് ഉടനെ കിട്ടണം, മനസ്സിലായോ? നീ ഈ സമയത്ത് തന്നെ എന്റെ കാശ് വൈകി എനിക്ക് പ്രത്യേക സമയം വേണം. താൻ ഉടനെ തന്നേ പറ്റൂ, മനസ്സിലായോ? ഹലോ ഹലോ കട്ടായി. സാരില്ല അച്ഛാ, എല്ലാം ശരിയാവും. ഇതിപ്പോ നമ്മളാരുടെയും കുറ്റം കൊണ്ട് സംഭവിച്ചതല്ലല്ലോ. സാറിനെ പോലെ ബാർ ലൈസൻസിന് വേണ്ടി പണം മുടക്കിയിട്ടുള്ള ഒരുപാട് പേര് ഈ നാട്ടിൽ തന്നെ ഉണ്ട്. ഇതിപ്പോ നമ്മുടെ പ്രോപ്പർട്ടി പഞ്ചായത്തിലായി പോയതാണ് പ്രശ്നം. ഭാവിയിൽ ഈ നിയമത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തുകയാണെങ്കിൽ തന്നെ കോർപ്പറേഷൻ അതിർത്തിയിലും മുനിസിപ്പാലിറ്റിയിലും ഉള്ളവർക്കേ ഗുണമുണ്ടാവും. അപ്പം നമ്മൾ മുടക്കിയതൊക്കെ വെള്ളത്തിലേന്നാണോ താ പറയുന്നത്? ഇത് ഞാൻ പറയുന്നതല്ല, നിയമമല്ലേ സാറേ, അത് അതിന്റെ വഴിക്ക് നടന്നല്ലേ പറ്റൂ. സാറ് വിഷമിക്കണ്ട. എടുത്തു കളയാനും ഇല്ലാതാക്കാനും തടസ്സപ്പെടാനും ഒക്കെ സാധ്യതയുള്ള നിയമങ്ങളെ നമ്മുടെ നാട്ടിലുള്ളൂ. ധൈര്യമായിട്ടിരിക്കെ. ആ പിന്നെ തൽക്കാലം ആ പ്രോപ്പർട്ടിയിൽ കാശൊന്നും മുടക്കാതിരിക്കുക നല്ലത്. ആ എന്തെങ്കിലും ആവട്ടെ, നമുക്ക് നോക്കാം. ശരി, എന്നാലും ഇറങ്ങട്ടെ. ശരി. എങ്ങനെ ഇങ്ങനെയാണ് ഞാനല്ലേ? ആ ജെയിംസ് പറയടാ. അതെ ഓരോ ദേത്തി അവനൊരു ഗവാസ്കർ വന്നിരിക്കണം. നിങ്ങളൊന്ന് തുള്ളാതിരിക്കും മനുഷ്യ, പിള്ളേര് കളിക്കട്ടെന്ന്. എന്താ അവിടെ ഒരു ലവ് സീൻ? നീ പോടി. എന്താ നന്ദനുണ്ണിയെ, പനി കുറഞ്ഞില്ലേ? പരീക്ഷണാർത്ഥം പ്രശസ്തനായ നന്ദൻ വൈദ്യർ തയ്യാറാക്കിയ കഷായം നന്ദൻ വൈദ്യർ തന്നെ കുടിച്ചോ ആവോ? അതെ, നിങ്ങൾ അവനെ വെറുതെ കളിയാക്കി ഒന്നും വേണ്ട. നിങ്ങൾ ഇപ്പോഴും പയർമണി പോലെ ഇരിക്കുന്നതേ എന്റെ അച്ഛന്റെ കഷായക്കൂട്ട് കൊണ്ട് തന്നെയാ. ഗോവിന്ദമ്മയുടെ മഹാത്മൊന്നും വിസ്തരിക്കണ്ട. അങ്ങേര് തന്ന എണ്ണ തേച്ചിട്ട് എന്റെ തല ഇതേപോലെ ആയത്. അതെന്റെ അച്ഛൻ തന്നെ എണ്ണ തേച്ചിട്ടൊന്നും അല്ല ഇങ്ങനെ. നിങ്ങളുടെ അമ്മ ഉരുളി കമത്തിയിട്ടാ നിങ്ങൾ ഉണ്ടായേ, അതാ തല ഇങ്ങനെ ഇരിക്കുന്നേ. എന്താ വലിയച്ഛ, പനി മാറിയോ? നീ നോക്കിക്കോ, ഞാനൊരു പുതിയ കൂട്ട് കൂട്ടിയിട്ടുണ്ട്. ഇത് കൊറേ കേട്ടതാ. അച്ഛാ വേണ്ട, ഞാനൊരു കൂട്ടുകൂട്ടിയ അച്ഛന്റെ കാര്യം പോക്കാട്ടോ. അയ്യോ എന്റെ പൊന്നു വൈദ്യശിരോമണി, ഒരു 19 കൊല്ലെങ്കിലും ജീവിക്കണം എന്നുണ്ട്, ചതിക്കരുത്. ഇവന് എവിടെ പോയി കിടക്കുവാ? ആ ദേവനെത്തി. എന്താടാ? എന്താ ഒന്നും നടന്നില്ല. നാണോ ഇല്ലല്ലോടാ, കുഴിയിൽ കാലിട്ടിരിക്കുന്ന ഒരു തലയിടത്തുനിന്ന് കുറച്ച് പൈസ അടിച്ചു മാറ്റാൻ പറ്റിയില്ലെങ്കിൽ? ദേ ഓറാക്കണ്ട, നിർത്ത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? എടാ, നമ്മള് പറഞ്ഞിട്ട് അവർ സാധനം കൊണ്ടുവരുന്നേ, അത് നല്ല 1ാം തരം ഇടുക്കി ഗോൾഡ്. മോനെ, നമ്മൾ പൈസ കൊടുത്തില്ലെങ്കിൽ അവര് നമ്മളെ പൊരിക്കും. ആ
എടാ ഇതിപ്പോ നിങ്ങളെല്ലാരും പറഞ്ഞിട്ട് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ തന്നെ വിചാരിച്ചു. ഇതിപ്പോ എന്റെ മാത്രം ആവശ്യമല്ല. അപ്പൊ കാശ് ഇടുമ്പോഴും നിങ്ങളെല്ലാരും കൂടെ ഷെയർ ചെയ്യണം. എന്താ ശരിയല്ലേ? ഓ, ഒരു വലിയ ബാർ മുതലാളുടെ മോൻ. നിനക്കിത് പറയാൻ നാണില്ലല്ലോടാ. നിർത്ത് തർക്കിക്കണ്ട. ഞാൻ അവന്മാരോട് വിളിച്ച് സാധനം നാളെ കൊണ്ടുവരാൻ പറയാം. അപ്പോഴത്തേക്ക് എല്ലാവരും ഷെയർ കൊണ്ടുവന്നാ മതി. ആ. ഡീൽ? ഡീൽ. അപ്പൊ ശരി, എന്നാ പിന്നെ ശരി, കാണാം. ഞാൻ വൈകിട്ട് വിളിക്കാം. ലോൺ ശരിയാക്കി തരുമായിരിക്കും അല്ലേ? എന്നല്ലേ അയാൾ പറഞ്ഞില്ലേ? പണിയാവട്ടോ. മുങ്ങുന്ന കപ്പലാണെന്ന് അറിഞ്ഞിട്ടും നിങ്ങൾക്ക് ഞാൻ പണം തന്നതേ നിങ്ങളോടുള്ള വിശ്വാസം കൊണ്ടാ. പക്ഷെ ആ വിശ്വാസം നിങ്ങൾ തെറ്റിച്ചു ഇല്ലേ സേതുമാധവനുണ്ണി? ഗുണശേഖരന് ഇപ്പം എൻ്റെ അവസ്ഥ അറിയാമല്ലോ. എനിക്ക് കുറച്ചുകൂടി സമയം വേണം. പലിശ തന്നെ ഇപ്പോ ലക്ഷങ്ങളായി. ഇനി സമയം തരാൻ പറ്റില്ല. പണം എനിക്ക് കിട്ടണം. ഗുണശേഖരന് ഗുണം കിട്ടാതെ ഒന്നും ചെയ്യാറില്ല. അത് സേതുമാധവനുണ്ണിക്ക് നന്നായിട്ട് അറിയാലോ. അതിന് സേതുവേട്ടന്റെ വീടിന്റെ ആധാരം ഗുണശേഖരന്റെ അടുത്തുണ്ടല്ലോ. വീടിന്റെ ആധാരം കയ്യിലിരുന്നുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. പലിശ കൃത്യമായിട്ട് കിട്ടണം. ബിസിനസ് ഈസ് ബിസിനസ്. പെട്ടെന്ന് എടുക്കാൻ എൻ്റെ കൈവശം പണമില്ല ഗുണശേഖര. എനിക്ക് കുറച്ചുകൂടി സാവകാശം താ. പറ്റില്ല സേതുമാധവനുണ്ണി. താൻ ചോദിച്ചപ്പോഴൊന്നും ഞാൻ സാവകാശം പറഞ്ഞില്ലല്ലോ. അതെ, ഒന്നും ആലോചിക്കണ്ട. പുറത്തു കിടന്ന കാർ നമുക്ക് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റെന്റേ കാറിന്റെ കൂട്ടത്തില് ഒരെണ്ണം കൂടി ആയി. എന്റെ പാർട്ട്നേഴ്സ് പറഞ്ഞ പോലെ ഈ കാറിന്റെ ചാവി എന്റെ കയ്യിലിരിക്കട്ടെ. ഗുണശേഖര, എന്നോട് നീ വേണ്ട. സേതുവേട്ടനോട് ഞാൻ അന്നേ പറഞ്ഞല്ലേ ഗുണശേഖരനായിട്ട് ഇടപാടൊന്നും വേണ്ടെന്ന്. എന്നിട്ടിപ്പോ എന്തായി? ഉണ്ടായിരുന്ന കാറും പോയി. അർത്ഥ കൈക്ക് ഉപ്പ് വെക്കാത്തവനാ ഗുണശേഖരൻ. എനിക്കറിയാം ശശി. പക്ഷെ നമ്മുടെ ഹോട്ടൽ 4 സ്റ്റാർ ആക്കാനായിട്ട് 19 ലക്ഷം രൂപ അവൻ്റെ നല്ലത് വേറെ എവിടുന്ന് കിട്ടാനാ? ഇപ്പം അതൊന്നുമല്ല പ്രശ്നം. ദാസപ്പൻ്റെ മോടെ കല്യാണം വരുന്നത്. അവൻ്റെ 8 ലക്ഷം രൂപ എടുത്തിട്ടാണ് ബാറിൽ പൊടി പൊടിച്ചത്. നീ പോയി വക്കച്ചൻ എവിടെയാണ് നോക്ക്. ആ സ്ഥലക്കച്ചവടം നടന്നു കഴിഞ്ഞാൽ പൈസ തരാൻ നേറ്റതാ. അതിന് വക്കച്ച് നമ്മൾ കണ്ടാണ്ട് മുങ്ങി കിടക്കല്ലേ. കിട്ടിയ ഭാഗ്യം. ഞാൻ പോയി നോക്കിയിട്ട് വരാം. ചേച്ചി വക്കച്ചൻ ചേട്ടൻ വീട്ടിലുണ്ടോ? അയ്യോ ഇല്ല, കാലത്തെ തന്നെ മോൾ കുട്ടിയെ കാണാൻ പാലാക്കി പോയതാ. എന്നാ ശരി. തേടി നടന്നു നീ. അച്ഛൻ തിരിച്ച് അന്ന എന്നെ എന്റെ മുതലാളിയുടെ 10 ലക്ഷം വന്നേക്കണു. ഒന്ന് വെയിറ്റ് ചെയ്യടാ. കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. കുറച്ചു നേരം നിർത്തടാ. എന്ത് പറ്റിയടാ? ആയിക്കോട്ടെ. ഓ ശരി. ആ പറ ശശി. സേതുട്ടാ, ആ സ്ഥലക്കച്ചവടം നടന്ന കാശ് ഇപ്പൊ വക്കച്ചൻ്റെ അടുത്തുണ്ട്. അയാള് കാശുമായിട്ട് മുങ്ങാനുള്ള പരിപാടിയാ. സേതുട്ടിനിപ്പോ എവിടെയുണ്ട്? ഞാൻ ഓഫീസിലാ. വേഗം ബണ്ടറോഡിന്റെ അടുത്തേക്കോ. ഞാൻ അവിടെ ഉണ്ട്. ആ ദേ ഞാനങ്ങോട്ട് വന്നു. വേമ്പ നീ അവിടെ തന്നെ നിൽക്ക്. നിങ്ങൾക്ക് ഇനി എന്താ വേണ്ടേ? മടിക്കണ്ട, പറഞ്ഞു. വക്കച്ചോ, ഞങ്ങളുടെ കമ്മീഷൻ കാശ് മറക്കണ്ട. അതെവിടെ മറക്കാനാ? കിട്ടി. മറക്കാതിരുന്നാ കൊള്ളാം. കണക്കൊക്കെ ശരിയാണല്ലോ അല്ലേ? അതല്ലേ ശരിയാണ്. എന്നാ ശരി, കാണാം. ഓഹോ
നീയൊക്കെ കുറെ കമ്മീഷൻ മേടിച്ചത് തന്നെ. മുതലാളി സമ്മതിക്കണം. സേതു എന്ത് ഇവിടെ? ആ അല്ല വക്കച്ചൻ ഇവിടെയൊക്കെ ധൃതിയില്ല. ഞാൻ മോളുടെ വീട് വരെ ഒന്ന് പോകും. മരുമോൻ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. ഗൾഫിൽ നിന്ന് വരുമ്പോ അറിയാലോ. അതൊക്കെ എന്താന്ന് വെച്ചാൽ അയക്കൂ. ഞാനിപ്പോ വന്നതേ തന്ന കാശ് എനിക്ക് തിരിച്ചു കിട്ടണം. അതിങ്ങനെ പെട്ടെന്ന് വന്നും ചോദിച്ചാൽ ഞാൻ എവിടെ നിന്നിട്ട് തരാനോ? 1 രൂപ 2 രൂപ ഒന്നും അല്ലല്ലോ, 10 ലക്ഷം രൂപയല്ലേ. പെട്ടെന്നോ? ശശി എത്ര വട്ടം തന്നെ അന്വേഷിച്ചു വന്നു. താൻ മുങ്ങടെ കൊല്ലു. അതെ, ഒരു കാര്യം ചെയ്യാം. എവിടുന്നെങ്കിലും എനിക്ക് കാശ് കിട്ടിയാ ഉടൻ നിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ തരാം. തന്റെ ബാഗിൽ സ്ഥലം വിറ്റ കാശല്ലിടും. ഇത് കേട്ടടാ ആറ്റപ്പ, ഇത് സ്ഥലം വിറ്റ കാശാണെന്ന്. നാടകം കളിക്കണോ താൻ? നാടകം കളിക്കാൻ എന്തോടോ എന്റെ പൈസ ചോദിച്ചിട്ട് അവന്റെ പിന്നാണ് ഞാൻ കഴിഞ്ഞിട്ട് പോയിക്കും മുതലാളി. എന്റെ കുടുംബത്തുകാർ കളിച്ചാലുണ്ടല്ലോ. കണ്ട റൗഡികളെ പോലെ റോട്ടിൽ കിടന്ന് തല്ലുപിടിക്കാൻ നാണാവില്ലേ ചെയ്തോട്ടെ. അപ്പോ ആഷിന്റെ മോനൊരു കോമാളെ എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണം. ബാറ് തുറന്നവരെന്ന് പറഞ്ഞാൽ ഞാൻ മേടിച്ചത്. ഇപ്പൊ പൈസ തിരിച്ചു ചോദിച്ചപ്പോ കളം മാറ്റിച്ചു. അല്ലെങ്കിൽ ആരെങ്കിലും കൊടുക്കൂ. വർക്കച്ചനെ പോലുള്ളവർക്ക് 10 ലക്ഷം രൂപ. അതിപ്പോ പറ്റിപ്പോയി. ഇനി തന്ത്രത്തിൽ അവനെ മേടിച്ചെടുക്കാൻ നോക്ക്. വരട്ടെ, നോക്കാം. അല്ലെങ്കിൽ സേതുവേട്ടന് പറഞ്ഞിട്ടുള്ളതൊന്നല്ലേ കള്ളച്ചോടും. എന്താ സേതുണ്ണിയുടെ മുഖം വാടിയിരിക്കുന്നേ? അതിനമ്മ ഈയിടെ ആയിട്ട് ഒരു റെസ്റ്റും ഇല്ലാത്ത അലച്ചിലാണല്ലോ. അമ്മ എന്തെങ്കിലും കഴിക്കാണ്ടെടുത്ത സേതുവിന്. വാ മോനെ. അതെ, ഇന്ന് രാത്രി ഒരു സ്ഥലം വരെ പോണം നമുക്ക്. എങ്ങോട്ടാടാ? പറയാം. ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല. എന്ത് ചെയ്യാൻ പറ്റും, അതാണ് ആലോചിക്കേണ്ടത്. അതെനിക്ക് മനസ്സിലായി. അതിനെന്താ ഒരു പോംവഴിന്നറിയാനാ തൻ്റെ അടുത്ത് വന്നത്. സാർ ഈ പത്രവും ടി വി ഒന്നും കാണുന്നില്ലേ? ഇപ്പം ഇങ്ങനെ ഒരു നിയമം വന്നത് നമ്മളെ മാത്രമല്ലല്ലോ, ഈ ഇൻഡസ്ട്രിയിൽ എല്ലാവരെയും ബാധിക്കുന്നതല്ലേ. ഹൈവേയുടെ പരിസരത്ത് ബാറ് പാടില്ല എന്നുള്ള നിയമം എടുത്തു കളഞ്ഞാൽ തന്നെ നമ്മുടെ പ്രശ്നം തീരുന്നില്ല. പഞ്ചായത്തിൽ ഇതിനെ അനുവദിച്ചു കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഞാൻ ആത്മഹത്യ ചെയ്യണമെന്നാണോ താൻ പറയുന്നത്? ഒരു പ്രശ്നം വരുമ്പോൾ ആത്മഹത്യയാണ് പോംവഴിയെങ്കിൽ കേരളത്തിൽ ഇന്ന് വിരലിലെണ്ണാവുന്നവരെ കാണൂ. താൻ ഒരു കാര്യം ചെയ്യ്. വെയിറ്റർ, ഒരെണ്ണം കൂടി. ശരി സാർ. താനിത് സ്ഥിരമായിട്ട് നിർത്തിയിട്ടൊന്നുമില്ലല്ലോ. ചില സമയത്തൊക്കെ ഇവൻ വളരെ ഉപകാരിയാ. അവിടെ താടിക്ക്. ഹലോ, എവിടെയാ? ഞാനേ നമ്മുടെ അഡ്വക്കേറ്റിന്റെ വീട്ടിലാ. നേരെ എത്രയായി? പോന്നൂടെ? നീ ടെൻഷൻ അടിക്കണ്ട, കൃഷ്ണേട്ടൻ എന്നെ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി. താനേ ഒന്നെ ഡ്രോപ്പ് ചെയ്തു. അതൊക്കെ ചെയ്യാം. താടിക്ക്.
ഓ കിടന്ന് അണ്ണാക്ക് പൊളിക്കാതെ ഇത് എന്തോരം വിളിച്ചടി നിന്നെ ഉണക്കം പോയി. ഇതോടെ കൊണ്ടാണ് എനിക്ക് ഓർമ്മ ഇത് മൊത്തം വെള്ളാണല്ലോ മനുഷ്യ. ഓംലെറ്റിൽ അടി ഓംലെറ്റ് ഇപ്പൊ തരാം ഞാൻ. അണ്ണാക്കിലേക്ക് ഇടിഞ്ഞു എടി ഓംലെറ്റ് കൊണ്ടുപോരേ. നീ സേതുവേട്ടനെ കൈവെക്കല്ലേ? ഇനി ഏട്ടന്റെ നേരെ കണ്ട് നീ നോക്കിയോ? കൊല്ലിഞ്ഞ ഇതെപ്പോ എത്തി? 2 ദിവസമായി കുറച്ച് തിരക്കിലായിരുന്നു. ഓ അപ്പൊ നമ്മളെ ഒന്നും ഓർക്കാൻ സമയമില്ലെന്ന് അർത്ഥം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ വഴിക്ക് വരേണ്ട കാര്യമില്ലല്ലോ. ഓ പിന്നെ എങ്ങനെ പോകുന്നു സ്കൂൾ ജീവിതമൊക്കെ? അങ്ങനെ പോകുന്നു. പിന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ അറിഞ്ഞൂട്ടോ. എന്ത്? ആരൊക്കെയോ തന്നെ പെണ്ണ് കാണാൻ വന്നോന്നോ അവർക്ക് ഇഷ്ടപ്പെട്ടുവെന്നോ വീട്ടിൽ പറഞ്ഞു കേട്ടതാ. അതുള്ളതാ. എന്നിട്ട് താൻ എന്ത് തീരുമാനിച്ചു? ഓ ഞാൻ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാനായിരുന്നെങ്കിൽ ഞാൻ എന്നെ വേറെ ആരെങ്കിലും വീട്ടിലിരുന്നേനെ. അങ്ങനെ പറ്റില്ലല്ലോ. എന്നാ താനും കൂടെ ചെല്ല്. വൈകിട്ട് ഞാൻ വീട്ടിൽ വരുന്നുണ്ട്. അച്ഛനൊന്ന് കാണണം. ആയിക്കോട്ടെ. അതെ അച്ഛനെ കാണുന്ന കൂട്ടത്തില് വേണി നമ്മുടെ കാര്യം സൂചിപ്പിച്ചോളൂ. ഇനി വൈകണ്ട. ദീപം ദീപം ദീപം. എവിടെയായിരുന്നു അച്ഛൻ? എന്റെ പൊന്നു മനുവേട്ടാ, സന്ധ്യ നേരത്തെങ്കിൽ ഈ കോപ്രായ കളി ഒന്ന് നിർത്തിക്കൂടെ? എടി ഒന്ന് പോടി ഓടുന്നു. എന്റെ കാര്യം നീ നോക്കണ്ട. അവിടെ ഒരു ഉപദേശം. എപ്പോ നോക്കിയാലും ഫോണിൽ തന്നെ. പഠിക്കണമെന്നൊരു വിചാരവും ഇല്ല. നീ എന്നെ ഒന്നുകൂടെ സഹായിച്ചേ പറ്റൂ. വേറെ വഴിയില്ലാത്തോണ്ടാ. ഞാൻ മുമ്പൊക്കെ ചോദിക്കാതെ തന്നെ തന്നിട്ടില്ലേ? ഇനി അത് പറ്റില്ല. ബാറിന്റെ പിന്നാലെ നടന്ന് എന്തുമാത്രം സ്വർണ്ണ കളഞ്ഞെന്ന് സേതുവേട്ടിന് ഓർമ്മയുണ്ടോ? എന്റെ ഗൗരി സ്വർണ്ണമൊക്കെ എടുത്തരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? കൊറേ നാളായി ഞാനിത് കേൾക്കുന്നു. മദ്യപിച്ചിട്ട് വരുമ്പോഴുള്ള ഈ വാക്ക്. റിയൽ എസ്റ്റേറ്റിൽ നിന്ന് കിട്ടിയ കാശ് മുഴുവൻ ബാറിക്കൊണ്ടേ കളഞ്ഞില്ലേ? സ്വർണത്തിന്റെ പേരും പറഞ്ഞ ഇനി എന്റെ അടുത്തേക്ക് വരണ്ട. ഞാൻ തരില്ല. എടി എന്താ അമ്മ അച്ഛനായിട്ടുള്ള പ്രശ്നം? ആ ഗുണശേഖരനുണ്ടല്ലോ, കാശ് കൊടുക്കാനുള്ള ആള്. അയാൾ വന്ന് കാർ എടുത്തോണ്ട് പോയി പോലും. അത് തിരിച്ചെടുക്കാൻ ഞാൻ എന്റെ സ്വർണം കൊടുക്കണമെന്ന്. നടന്നത് തന്നെ. അല്ലമ്മേ, അച്ഛൻ നമുക്ക് വേണ്ടിയിട്ടല്ലേ ഈ പാടുപെടുന്നത്. അച്ഛനൊരു പ്രശ്നം വരുമ്പോ നമ്മളല്ലേ കൂടെ നിൽക്കേണ്ടത്. നീ ഇങ്ങനെ പറയൂന്ന് എനിക്കറിയാം. നീ അച്ഛന്റെ പുന്നാര മോളല്ലേ. എനിക്ക് അങ്ങനെ വേർതിരിവൊന്നുമില്ല. രണ്ടുപേരും എനിക്ക് ഒരേപോലെ തന്നെയാ. നിന്നോട് സംസാരിച്ചിട്ടേ ഒരു കാര്യമില്ല. എനിക്ക് അടുക്കളയിൽ പണിയുണ്ട്. ഒരു കാര്യം ചോദിക്കാൻ മറന്നു. എന്താ? 2 ദിവസമായിട്ട് നിങ്ങളെ കാറ് കാണുന്നില്ലല്ലോ. അത് സ്കൂട്ടറൊക്കെ കഴുകി വൃത്തിയാക്കുന്നുണ്ടല്ലോ നിന്റെ സേതുവേട്ടൻ. അപ്പൊ ഇനി ഇതിലായിരിക്കും അല്ലേ യാത്ര?
ദേ നിങ്ങൾ മനുഷ്യനെ നാണം കെടുത്താനുള്ള പുറപ്പാടാ. എന്താ ഞാനിവിടെ തുണി അഴിച്ചിട്ട് നിൽക്കുക? എന്താ എന്താ പറഞ്ഞേ? ഏയ് ഞാനൊന്നും പറഞ്ഞില്ലേ. നിങ്ങളൊന്നും പറയേം വേണ്ട കേക്കും വേണ്ട. നാണം കെടുന്നത് ബാക്കിയുള്ളവരല്ലേ? മനുഷ്യന് ഞാനെന്ത് നാണം കെടുത്തിയെന്നാ നീ പറയുന്നേ? ദേ നിങ്ങൾ ഇതും ഓടിച്ചോണ്ട് നടന്നാലേ സകല മാനവും പോവും. അല്ലെങ്കിൽ തന്നെ ഇവിടെ നാട്ടുകാരുടെ മുമ്പിൽ എല്ലാം തകർന്ന് കുത്തുവാള എടുത്തുന്ന സംസാരം. നാട്ടുകാരുടെ താളത്തിനൊന്നുമല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ നടന്നു പോകും, ബസ്സിന് പോകും, കാറിന് പോകും. അതൊക്കെ നാട്ടുകാർ നോക്കേണ്ട കാര്യം എന്താണ്? നമ്മുടെ ഇഷ്ടമല്ല നിങ്ങളുടെ ഇഷ്ടം. പിന്നെ ദേ ഈ സ്കൂട്ടറിലും ബസ്സിലും ഒന്നും കയറാൻ ഗൗരിയെ കിട്ടില്ല. കാര്യം മനസ്സിലാക്കാത്തുള്ള നിന്റെ ഈ സംസാരം ഉണ്ടല്ലോ, അതെനിക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ. പിടിക്കുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ പറയാനുള്ളത് പറയും. ഹലോ ഹലോ, ഒരു ശ്രീജനെ അറിയോ? ആരാ? ആ ശ്രീജയുടെ ശ്രീജയുടെ ബ്രദറാ. എന്താ പേര്? ജീൻ മാധവ്. പുറത്തെങ്ങും അല്ലേ വർക്ക് ചെയ്യുന്നത്? അതെ, ദുബായിലാണ്. എന്റെ നമ്പർ എങ്ങനെ? ആക്ച്വലി ഇത് ശ്രീജയുടെ ഫോണാ, അതിലുണ്ടായിരുന്നു. ഓ സോറി. ഇറ്റ്സ് ഓക്കെ. ഞാൻ ചുമ്മാ വിളിച്ചതേ ഉള്ളൂ. ഒന്നുകൂടി പേര് പറഞ്ഞേ. ജീൻ മാധവ്. ഒന്ന് സേവ് ചെയ്തോളൂ. ആ ഓക്കെ, ഞാൻ സേവ് ചെയ്തോളാം. ഇനി മറക്കില്ലല്ലോ? ഇല്ല, മറക്കില്ല. എന്നാ ശരി, പിന്നെ വിളിക്കാം. ഓക്കെ, ബൈ. ബൈ. താങ്ക് യു ടീച്ചർ. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മിസ്. ഹലോ. ആ അനന്ത ടീച്ചറിനെ കാണുമ്പോൾ ചെറിയച്ഛൻ്റെ ഒരു ചാഞ്ചാട്ടം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ രണ്ടാളും കൂടി ഒരു സംസാരം? എന്നെ പറ്റിയാണോ? ടീച്ചർ നല്ല ഗ്ലാമറാന്ന് പറയായിരുന്നു. ഓ, ഇവളിയിടെയായിട്ട് കള്ളം പറയാനും തുടങ്ങിയിട്ടുണ്ട്. ചെറിയച്ഛൻ പറഞ്ഞത് ടീച്ചർക്ക് സുഖിച്ചു അല്ലേ? ടീച്ചറുടെ മോൻ കണ്ടാൽ അറിയാം. സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ രണ്ടാളും കൂടി ഒരു തീരുമാനം എടുക്ക്. ഞാൻ പോയിട്ട് വരും. ബൈ. ബൈ. ശരി ടീച്ചർ. ശരി. ശബരിമലയ്ക്ക് കല്ലും അല്ല നോക്കടി വന്നീ കോലം. നല്ല ബെസ്റ്റ് കാണി. ചേട്ടാ 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 എഴുന്നേക്ക്. എന്തിവിടെ മൂത്രത്തിന്റെ മണം? ആണോ മൂത്രം ഒഴിച്ചേ? അച്ഛൻ തന്നെയാ. ഞാനാ? ആ എന്താ മനുവേട്ടാ? മനുവേട്ടൻ എന്താ നോക്കുന്നേ? ഒന്നുമില്ല. വേഗം നടക്ക്. നടക്കുമല്ലേ? വേഗം. പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? എന്താണ് അയാളുടെ പേര് പറഞ്ഞേ? ചെല്ലപ്പൻ എന്ന് പറഞ്ഞത്. ആ ചെല്ലപ്പൻ. ചേട്ടാ ഒരു ചെല്ലപ്പൻ അറിയോ? ഏത് ചെല്ലപ്പനെ അറിയുന്ന? ഇവിടെ ഒരുപാട് ചെല്ലപ്പന്മാരുണ്ട്. ആശാരി ചെല്ലപ്പൻ, മൂശാരി ചെല്ലപ്പൻ, വാറ്റി ചെല്ലപ്പൻ, കൊടിയൻ ചെല്ലപ്പൻ. ഇതിലേത് ചെല്ലപ്പനാ അത് നിങ്ങൾക്ക് വേണ്ടത്? ഉണക്കിലെ ചെല്ലപ്പൻ എന്നല്ലേ പേര് പറഞ്ഞത്? ഉണക്കലെ ചെല്ലപ്പൻ എന്നാ പേര് പറഞ്ഞേ. ആ അങ്ങനെയും കൂടി ഒരു ചെല്ലപ്പൻ ഇവിടെ ഉണ്ട്. അവനെ തേടിയാണ് നിങ്ങൾ വന്നെങ്കിൽ വേഗം സ്ഥലം വിട്ടോ. അതെന്തേട്ടാ? ആ അടിവാരത്ത് അവന്റെ വീട്ടിലേക്ക് പോലീസ് ഇപ്പൊ പോയതേ ഉള്ളൂ. പോലീസോ? അവൻ നട്ടുകൂട്ടുന്നതേ കഞ്ചാവിന്റെ ഇലയാ. കാലം പോയി പോക്കേ. പോലീസ്
അതെ, മോള് വരാൻ നേരായിട്ടോ. അമ്മേ, ആ മോളെത്തിയോ? എന്റെ അമ്മ ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്നു. കോളിംഗ് ബെൽ അടിച്ചോന്ന് അമ്മ കേട്ടില്ലേ? അമ്മ ബാത്റൂമിലായി പോയി മോളെ. അമ്മ സമയം ഒന്ന് നോക്കിക്കേ. ഇന്നും അനന്ത ടീച്ചറെ കൊണ്ട് എന്നെ വഴക്ക് കേൾപ്പിക്കും. മോളെ പെട്ടെന്ന് റെഡിയായി വാ, അമ്മ ചോറ് വാർത്ത് വെക്കാം. അടുക്കള ചെന്ന് നോക്കിക്കേ, കറി കരിഞ്ഞു. കരിഞ്ഞോ? അയ്യോ, ഇനി ആദ്യം റെഡിയാക്കിട്ട് വേണ്ട കൊണ്ടുപോവാൻ. പെട്ടെന്ന് റെഡിയാക്കാടാ. ആ സേതുവേ, ഒന്നവിടെ നിന്നേ. എന്റെ മകളുടെ കല്യാണം എല്ലാം തീരുമാനിച്ചിരിക്കുന്ന വിവരം അറിയാലോ. എത്രയും പെട്ടെന്ന് എനിക്ക് ആ കാശിങ് കിട്ടണം. ഒന്നും മറന്നിട്ടില്ലടോ, എത്രയും പെട്ടെന്ന് ഞാൻ ശരിയാക്കാം. ചതിക്കരുത്. ഒരിക്കലും ഇല്ല. ദിവസം ഇങ്ങോട്ട് അടുത്തിരിക്കുകയാണെന്ന് അറിയാലോ. സ്വർണ്ണം ഒന്നും ഇതുവരെ എടുത്തിട്ടുമില്ല. ഇനി സ്വർണ്ണമായിട്ടാണേൽ അങ്ങനെ ശരിയാക്കാം. ഓക്കെ, ശരി. എന്താകൂ എന്തോ. ഇതെന്താ പൂജ, ഈടായിട്ട് എന്നും ലേറ്റ് ആയിട്ടാണല്ലോ വരവ്? മനു ഇപ്പം നല്ല ഉഴപ്പാ. ഒരുപാട് പ്രതീക്ഷയോടെയാണ് മനുവിനെ ഞാൻ ബാഡ്മിൻ്റൺ ടീമിൽ ഉൾപ്പെടുത്തിയത്. എന്താ നിങ്ങൾ രണ്ടാൾക്കും പറ്റിയത്? ഒന്നുമില്ല ടീച്ചർ. ചെല്ല്, ക്ലാസ് മിസ്സാവും. ആ അതെ, സ്കൂളിന്റെ പരിസരത്തുള്ള പരിപാടി ഭയങ്കര റിസ്ക്കാ. ഷാഡോ പോലീസിന്റെ നിരീക്ഷണത്തിലാണ് സ്കൂളുകളെല്ലാം ഇപ്പോ. അതൊന്നും ഓർത്ത് നിങ്ങൾ ടെൻഷൻ ആവണ്ട, കാര്യങ്ങളൊക്കെ വളരെ രഹസ്യമായിട്ടാ. മാരെ സാധനം എടുത്തു കൊടുക്കുക. കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലോ അല്ലേ? സാധനം കിട്ടാത്തതിന്റെ ടെൻഷൻ മാത്രം. ശരി, എന്നാ ഉഷാറാവട്ടെ. എന്നാ സമയം കളയണ്ട, ചെല്ലേ വലിച്ചു കയറ്റ്. എന്തായാലും കുറെ നാളായി ഉമ്മാരെ പറ്റിക്കണേ. ഇപ്പോഴും സാധനം കൊണ്ടുവന്നല്ലോ, അത് മതി. മതി മോളെ, ഈയിടെയായി കണ്ണിന് ഇത്തിരി മൂടല് കൂടുതലാ. അതൊക്കെ മാറും മുത്തശ്ശി, ഈ മരുന്ന് ഒഴിച്ചാ മതി. പൂജെ, നിന്റെ അമ്മ എപ്പോ കണ്ടാലും മുഖം തിരിച്ചാണല്ലോ പോക്ക്. രാവിലെ അമ്പലത്തിൽ പോയപ്പോ കണ്ട ഭാവമില്ല. വുമൺ സ്റ്റാർ ആവാനുള്ള പോക്കാ. എന്ത് സ്റ്റാർ ആയാലും മനുഷ്യപ്പറ്റുണ്ടായാ മതിയായിരുന്നു. ഇവിടെ എന്തിന്റെ കുറവുണ്ടായിട്ടാ നിന്റെ അമ്മ പോയേ? ആ, പത്രാസ് കാണിക്കാനായിരിക്കും. ആ ദാസപ്പൻ ഇരിക്കും. സേതുവേട്ടാ, ദേ നമ്മൾ തമ്മിൽ പ്രത്യേകിച്ച് പറയണമെന്നൊന്നും ഇല്ലല്ലോ. നേരത്തെ വരണം. ഞാനവിടെ ഉണ്ടായിരിക്കും. സ്വർണ്ണം എടുക്കാനുള്ള ഏർപ്പാടുകളും ഞാൻ ചെയ്യാം. എന്നാന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. ആ, സമയം ഞാൻ അറിയിക്കാം. ദേ ഒരുപാട് സ്ഥലത്ത് വിളിക്കാനുള്ളതാ. പോട്ടെ. എന്നാ ശരി. ആ, നോക്കട്ടെ, പുള്ളിയുടെ കാര്യം. ആ ശശിയെ, അന്ന് ഞാൻ പറഞ്ഞതല്ലോ ഓർമ്മയുണ്ടല്ലോ. നേരത്തെ അങ്ങ് വന്നേക്കണം. എന്നാ പോട്ടെ. ഞാൻ നോക്കട്ടെ. ഒരു മിനിറ്റ്. എന്താണ് ഇന്നിന് വയ്യ ടീച്ചറെ, ബാക്കി പ്രാക്ടീസ് നാളെ ആവാം. എന്തൊരു ഉഴപ്പ് പോലെ. 4-5 ദിവസം ഞാൻ ശ്രദ്ധിക്കുക, വേണോ വേണ്ടോന്ന് വെച്ചുള്ള ഒരു കളി. ഇങ്ങനെ പോയാൽ നിങ്ങൾ ഉപജില്ല പോലും എത്തില്ല കേട്ടോ. ഇല്ല ടീച്ചർ, ഞങ്ങൾ നന്നായി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഈ കളി കണ്ടിട്ട് എനിക്ക് വലിയ കോൺഫിഡൻസ് ഒന്നുമില്ല.
ചെല്ലു പ്രാക്ടീസ് ചെയ്. പ്രാക്ടീസ് ചെയ് ചെല്ലു. ടീച്ചർ പോവാടാ. ടീച്ചർ പോയ അവന്മാർ ഇപ്പൊ തന്നെ മുങ്ങും. ചാക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ ഓഫീസിൽ പോയിട്ട് വരാം. ശരി. എന്തിനാ മുതലാളി ഇങ്ങനെ കുടിക്കണേ? മുതലാളിയുടെ കരള് വാടൂലേ? എടാ എന്റെ കൂമ്പം കരളൊന്നും വാടാനില്ല. അവനുണ്ടല്ലോ ആ സേതുമാധവൻ ഉണ്ണി, അവനിട്ട് ഞാനൊരു ചാമ്പ് നുണ്ട്. ഒരെണ്ണം കൂടി ഒഴിയടാ. എന്തിനാ മുതലാളി വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണത്? ആരറിഞ്ഞാലും അയാളുടെ പക്ഷത്തല്ലേ ന്യായം. ബാറ് തുറപ്പിക്കാന്നും പറഞ്ഞ് അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചേക്കണ കാശ് അങ്ങോട്ട് പുറത്തുകൂടെ? നീ എന്റെ കൂടെ എന്ന് വെച്ചാൽ അവന്റെ പക്ഷം പറയടാ. ഞാൻ പരമാർത്ഥം പറഞ്ഞതാ. എന്തോ നീ കൂടുതൽ പരമാർത്ഥം ഒന്നും പറയണ്ട കേട്ടാ. ആന്റപ്പാ അതിനെ നീ ഇല്ലെങ്കിലും 10 ഡ്രൈവർമാരെ എനിക്ക് വേറെ കിട്ടൂടാ. നിനക്ക് എന്റെ കൂടെ മര്യാദക്ക് നിൽക്കാൻ പറ്റുമെങ്കിൽ നിന്നാ മതി, അല്ലെങ്കിൽ നീ എന്റെ പാട്ടിൽ പോടാ. ഒരു ദിവസം ഇയാളടുത്ത് വരും. എന്തോ ഒന്നുമില്ല, മുതലാളി നല്ലവനാന്ന് പറഞ്ഞതാ. സേതുമാധവൻ ഉണ്ണി നീ പറയണം. സേതുമാധവൻ ഉണ്ണി എടാ വക്കച്ചനോട് നിനക്ക് നേരിട്ട് നിന്ന് പൊരുതാൻ പറ്റാത്തോണ്ടുള്ള നിന്റെ അനിയൻ പട്ടാളക്കാരനെയും വൈദ്യനെയൊക്കെ കൊണ്ടുവന്ന് എന്നെ തല്ലിച്ചത്. അഥവാ നടന്നിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ ചേട്ടനും തമ്മിലുള്ള സ്നേഹമാണ്. നടന്നിട്ടില്ലെങ്കിലല്ലടാ, നടന്നിട്ടുണ്ട്. നിന്നെ ചേട്ടൻ പറഞ്ഞു അച്ഛനൊന്നും ചെയ്യല്ലേ. എന്റെ അച്ഛനൊന്നും അച്ഛ എന്റെ മുതലാളിനെ അയാൾ ഒന്നോരും തല്ലിയ. നീ എവിടെയാണ്? എന്നിട്ട് വേണം അവരെ പിടിച്ച് പഞ്ഞിക്കിടാൻ. കിട്ടാളെ കിട്ടിയല്ലേ, വാ പോ. എന്ത് വെയിറ്റ് പണ്ടാറാം. വാങ്ങോട്ട് ഇത് മുഴുവൻ നടത്തി കാണാൻ നല്ല ശേലുണ്ട്. മനു പെട്ടെന്ന് വാ. വരുന്നടാ, ഒരു കാര്യമുണ്ട്. നീ പോയി നോക്കിട്ടോ. വന്നേ. ഓ എന്താടാ? നീ നോക്കി. നിന്റെ അച്ഛനല്ലേ? ഒരു മിനിറ്റ്. എന്താടാ എന്താ സംഭവം? അച്ഛൻ ഇതാ ആന്റപ്പന്റെ ഫോണാ. ഫോൺ പോയത് അയാൾ അറിഞ്ഞിട്ടില്ല. ഇവനിട്ടൊരു പണി കൊടുക്കണമല്ലോടാ നമുക്ക്. എടാ വക്കച്ചന്റെ കൂടെ ഒരു പെണ്ണ്. ഇതിൽ ഞാൻ ഇടപെട്ടാൽ ശരിയാവില്ല. നിങ്ങൾ പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി. ശരി. കുരുത്തങ്ങട്ട പിള്ളേരുടെ ചവിട്ട് മൂത്ര സഞ്ചിച്ചളക്കി മൂത്രം പോണില്ല. കിടക്ക്. 2-3 ദിവസം മൂത്രം പോയില്ലല്ലോ. എന്താ 10 ലക്ഷം അല്ലേ ചുളിവില് കൈക്കലാക്കിയത്? ചേട്ടത്തിയായി ഇനിയിപ്പൊ കാശ് കൊടുത്താലും മുതലാളിയുടെ മൂത്രടസം മിച്ച. നിന്നോട് ആരാടാ അഭിപ്രായം ചോദിച്ചത്? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങള് നോക്കിക്കൊള്ളാം. അല്ല, ഞാൻ പറയാനുള്ള നിങ്ങൾ പറഞ്ഞു. ഒന്നും പറയണ്ട. ഞാൻ കാശ് കൊടുക്കുന്നു. എന്താണ് തെളിവ്? ഓടേ തമ്പുരാ വിചാരിച്ച പോലും ഞാൻ ആ കാശ് കൊടുക്കൂല. ബുദ്ധിക്ക് വക്കച്ചനെ വെല്ലാൻ ഈ നാട്ടിൽ വേറെ ആരും.
പക്ഷെ ഇതെല്ലാം കണ്ടോണ്ട് മേലൊരാൾ വേറെ ഉണ്ട്. അതാരാണ്? കർത്താവ്. ആ പുള്ളിയാണ്. അങ്ങോട്ട് ഇനി പോയി കുളിച്ചോ. ഞാനേ ആ ചൂടുവെള്ളം ഒന്നുകൂടി തിളപ്പിക്കട്ടെ. ചേട്ടത്തിയേ, ഇനി എന്നെ ഒന്ന് അങ്ങോട്ട് കിടക്കടാ. നമ്മുടെ മുതലാളിക്ക് ചെറുതായിട്ട് സൈഡ് വലിവുണ്ടോന്ന് സംശയം. അവന്റെ ഒരു തിരുമല്. ഇച്ചായ എണീക്കിച്ചായ. എൻ്റെ ഏരിയമ്മേ, ഇന്നലത്തെ ഹാങ് ഓവർ കാരണം തല പൊങ്ങണില്ല. കുറച്ച് നേരം കൂടി ഞാൻ കിടന്നോട്ടെ. അയ്യോ എന്റെ കർത്താവേ, ഇത് ഞാൻ ഇതുവരെ ഇതിനൊക്കെ ഏതാ? എഴുന്നേറ്റ് ബോധമില്ലാതെ വന്ന് കിടന്നിട്ട് എന്താ പറയാനുള്ളതെന്ന് വെച്ചാ പറഞ്ഞിട്ട് പോ. എന്ത് പറയാനാടി? അത് അവര് പറയും. എന്താണ് നിങ്ങക്ക് പറയാനുള്ള രഹസ്യം? എന്താണ് പറയാൻ ചേട്ടാ? എടാ എന്താണ് നിനക്കൊക്കെ പറഞ്ഞ് തുലയ്ക്കാനുള്ളത്? ഞങ്ങൾക്ക് ധൃതിയില്ല ചേട്ടാ. എടാ എനിക്ക് ധൃതിയുണ്ടാ. എന്റെ മോളൂട്ടിയുടെ മോന്റെ പ്രായമുള്ളൂ നിനക്ക്. അതുകൊണ്ട് ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നേനെ. എടാ എന്താ വെച്ചാ പറയടാ. ഞങ്ങക്ക് പറയാനല്ല ചേട്ടാ, കാണിക്കാനാ ഉള്ളത്. ചേട്ടനൊന്ന് കാണ്. ഒന്ന് കാണിച്ചു കൊടുത്തരാ. ഇത് അവിഹിത ബന്ധത്തിലേർപ്പെട്ട വക്കച്ചനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇനി കൂടുതൽ തെളിവെടുപ്പിനായി പോലീസ് വക്കച്ചനെ സംഭവ സ്ഥലത്തേക്ക് കൊണ്ടുവരും. കോടതി വരാന്തയിൽ തൂണുകളുടെ മറവിൽ നിന്ന ഏലിയാമ്മേടത്തിയുടെ രൂക്ഷമായ കണ്ണുകൾ പതിഞ്ഞ് വക്കച്ചൻ ആത്മഹത്യ ചെയ്യുമോ? അതെ എന്റെ സേതുവേ, ഇന്ന് വെളുപ്പാങ്കാലത്ത് എനിക്കൊരു ദൈവവിളിയുണ്ടായി. എന്താണെന്നറിയാവോ? അന്യന്റെ മുതൽ ആഗ്രഹിക്കരുതെന്ന്. പിന്നെ തിരിഞ്ഞും പറഞ്ഞും കിടന്നു നോക്കി, ഒരു സ്വസ്ഥതയില്ല. പുണ്യാളനെ പിള്ളയുടെ രൂപത്തിലാണ് വന്നത്. ആ ദേ, നമ്മൾ തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് ഇവിടെ തീരുക. 1001 മെഴുതിരികത്ത് ചിനി ഒന്ന് പ്രാർത്ഥിക്കണം. തെറ്റ് ഏറ്റുപറഞ്ഞ് ഒന്ന് കുമ്പസരിക്കണം. എങ്കിലേ മനസ്സിന് സ്വസ്ഥയുണ്ടാവുള്ളൂ സേതുവേ. അപ്പോൾ ശരി, ചെല്ലട്ടെ. വാടാ. എന്തു പറ്റി വക്കച്ചന് പെട്ടെന്നൊരു മനംമാറ്റം? നീ അതൊന്നും ആലോചിച്ച് തലമുണ്ടാക്കണ്ട. തൽക്കാല ആശ്വാസത്തിന് പിടിച്ചിരിക്കാൻ കുറച്ച് ഫണ്ട് കിട്ടിയില്ലേ? എന്നാലും എൻ്റെ ആൻ്റപ്പ, ആരാണാവോ എൻ്റെ ലീലാവിലാസങ്ങൾ മൊബൈലിൽ പകർത്തിയത്? നിന്റെ കറുത്തകരങ്ങൾ വല്ലതും ആണോ? മൊലാളി ചങ്കിക്കുത്ര മത്താൻ പറഞ്ഞ ഞാൻ അങ്ങനെ ചെയ്യും. എന്റെ മൊലാളി എന്റെ മൊലാളിയല്ല. ഏതെങ്കിലും ലോക്കൽ ചാനലുകാര് അവരുടെ റേറ്റും കൂട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്തായിരിക്കും. ഇപ്പൊ എവിടെ പോയാലും ഒളിക്യാമറയല്ലേ, ഉടായ്പകൾക്ക് ഞൂറ് രക്ഷയില്ല. നീ ഉദ്ദേശിച്ചാരെ കുറിച്ചാ? ഞാൻ പൊതുവെ അങ്ങോട്ട് പറഞ്ഞതാ, മുതലാളി ഉദ്ദേശിച്ചല്ല. നീ പൊതുവെ പറയണ്ട. കാശ് കൊടുത്താലേ നല്ല പല ആൻ്റപ്പന്മാരെയും കിട്ടൂന്ന്. പക്ഷേ ഇമാതിരി പാരാ വയ്ക്കാൻ ആൻ്റപ്പനെ കിട്ടൂല. കർത്താവേ, എനിക്ക് ഇയാളെ ഇവിടെ നേരത്തെ അങ്ങോട്ട് വിളിച്ചൂടെ? എന്തിനാണോ മക്കളെ എന്നോട് കൊണ്ട് കെട്ടിയിട്ടേക്കരുത്? കൊല്ലാൻ വല്ലതുമാണോ? ഏയ്, കൊല്ലാനൊന്നും അല്ല എന്റെ ആൻ്റപ്പനണ്ണു. ഈ വാർഡിലെ ഏറ്റവും നല്ല ഡ്രൈവർക്കുള്ള അവാർഡ് ആൻ്റപ്പേട്ടനല്ലേ? അവാർഡ് തരാൻ വിശിഷ്ട അത് ഇപ്പൊ എത്തും. അവാർഡാ? വെറുതെ എന്നെ പറഞ്ഞൊന്ന് കൊതിപ്പിക്കില്ലടാ. ആ ദേ ആളെത്തിയിട്ടുണ്ട്. ഇവനാ? അല്ല, ഗിരീഷ് സാറാണ് അവാർഡും കൊണ്ടുവന്നേക്കുന്നത്. നീ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങൾ ഒളിക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്നത് ശരിയാണോ ആൻ്റപ്പ? ഇതൊക്കെ സൈബർ സെല്ല് അറിഞ്ഞാലുണ്ടല്ലോ, ശരിയാക്കും മോനെ ആൻ്റപ്പ തന്നെ. പൊന്നു സാറ് പിടിപ്പിക്കല്ലേ. ഇതിലുള്ളൊക്കെ നീ ഡിലീറ്റ് ചെയ്യ്. മെയിലിൽ ഇത് ആവർത്തിക്കണം, കേട്ടല്ലോ? പോട്ടടാ. കേട്ടടാ ആൻ്റപ്പ. തുണിക്കടയിലും ജ്വല്ലറിയിലും കാശ് കൊടുക്കാൻ ഇപ്പൊ എന്താ ചെയ്യാ? ഒരു 3-4 ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരും. ഇനിയിപ്പോ ആരോട് പോയി കടം ചോദിക്കാനാ? കിട്ടാവുന്നിടത്തു നിന്നൊക്കെ കടം മേടിച്ചല്ലേ നമ്മൾ ഹോട്ടൽ 4 സ്റ്റാർ ആക്കിയത്. ഇപ്പം എല്ലാവരും എന്നെ കാണുമ്പോൾ മുഖം തിരിക്കുക, ഞാൻ കാശ് ചോദിക്കുമെന്ന് പേടിച്ച്. ഇപ്പോൾ ചെകുത്താനും കടലിനും നടുക്കപ്പെട്ടൊരവസ്ഥയാണ്.
ഞാൻ വേറൊരു കാര്യം പറയട്ടെ, നമുക്ക് ഗിരീഷിനോടൊന്ന് ചോദിച്ചു നോക്കിയാലോ? ഏയ് അതൊന്നും ശരിയാവില്ല. ഞാൻ അവനോട് ചോദിച്ചിട്ടല്ലല്ലോ ബാർ വാങ്ങിയത്. തറവാട്ടിൽ നിന്ന് പോകുന്നതും ബിസിനസ് തുടങ്ങിയതും സ്വന്തം ഇഷ്ടത്തിനാണ്. അപ്പോൾ പൈസയുടെ കാര്യം വരുമ്പോഴും വേറെന്തെങ്കിലും വഴി കണ്ടെത്തണം. എങ്ങനെയുണ്ട് ഭായി, ഇഷ്ടപ്പെട്ടോ? मेरे को पसंद आया भाई, पेपर कुछ दिखाओ। എന്റെ സാബ്ജി, നിങ്ങളാദ്യം കാശ് കൊണ്ടുപോവാ. ऐसा कैसे होगा? पेपर सब ठीक होना चाहिए पहले। അഡ്വാൻസ് താ സാബ്ജി. नहीं ऐसा कैसे होगा? ഒന്ന് പറഞ്ഞു കൊടുക്കടാ. नहीं പൈസ അഡ്വാൻസ് पहला पेपर दिखाना। കുറെ നേരമല്ലേ ഇയാള് പേപ്പർ എന്ന് പറഞ്ഞോണ്ടിരിക്കും. നീ വണ്ടി പിടിച്ചേ. ഗുണശേരി ഇവരൊക്കെ ആരാ? തന്നോട് പറഞ്ഞില്ലേ സേതുമാധവനുണ്ണി, നിന്റെ വീട് ഞാൻ സ്കെച്ചിട്ടിരിക്കുകയാണെന്ന്. ഞാൻ ബോംബെ നാളെ ഇറക്കിയിരിക്കാം. കേരളത്തിൽ ഇയാൾക്ക് മനോഹരമായൊരു വീട് വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇതുകൊണ്ട് കാണിച്ചു. ഇവര് നിങ്ങളെ പറ്റിക്കാൻ കൊണ്ടുവന്നാ? क्या बोल रहे भाई? ഏയ് ചുമ്മാ. എന്താ ഗുണശേഖര ഗുണ്ടായസം കാണിക്കാം? ഗുണ്ടായുസൊന്നും അല്ല ഗിരീശ, എനിക്ക് എന്റെ കാശ് കിട്ടണം. അതെ, ഈ ബോംബെക്കാരനെ കൊണ്ടുവന്നതേ ഈ വീട് വാങ്ങിപ്പിക്കാനാ. भाई साहब, अब बॉम्बे से है क्या? घर लेने के लिए आया? ये मेरे भाई का घर है, तुमको तो धाराव में देखने पड़ेगा. ये क्या बोल रहे हैं भाई? अब मेरा खर्चा पानी दे दो, मैं वापस चले जाएगा। നിനക്ക് ഞാൻ ഖർച്ച മണി ഓർഡർ ആയിട്ട് അയച്ചിടാ. ഒരു നമ്പർ ഇട്ട് പയ്യെ അങ്ങ് വലിയ. സേതുമാധവനുണ്ണി, അതെ, അനിയനെ കൊണ്ട് നീ ഇത് മുടക്കിച്ചാലേ ഞാൻ അറബികളെ കൊണ്ടുവന്ന് പാർപ്പിക്കും. മനസ്സിലായ? വാടാ. എന്തായി ഗൗരി ഞാൻ പറഞ്ഞ കാര്യം? ഞാൻ പറഞ്ഞല്ലേ നടക്കില്ലാന്ന്. എന്റെ വിഷമം നീ ഒന്ന് മനസ്സിലാക്കുക ഗൗരി. മനസ്സിലാക്കിയെടുത്തോളം മതി. ആഹാ, അത് ശരി. ദേ ഗൗരി, ഞാൻ നിന്നോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോ നീ എന്നെ കോമാളിയാക്കുവാ. സ്വയം കോമാളിയാവുന്നതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനുഷ്യ, അങ്ങാടി തോറ്റതിന് അമ്മയോടൊന്ന് കേട്ടിട്ടുണ്ട്. നിങ്ങൾ എന്ത് കോലാഹലം ഉണ്ടാക്കിയാലും എന്റെ സ്വർണം തരാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല. അല്ലെങ്കിലും ഈയിടെയായിട്ട് നിനക്കൊരു മാറ്റം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്റെ പ്രശ്നത്തിനേക്കാളും വലുതാണോ നിനക്ക് നിന്റെ സ്വർണ്ണമെല്ലാം? ഞാൻ നിങ്ങൾക്ക് സ്വർണം തരാതിരുന്നിട്ടൊന്നുമില്ലല്ലോ. കേസും ബാറും ഒക്കെ ആയിട്ട് എന്റെ സ്വർണം മൊത്തം കൊണ്ടേ കളഞ്ഞതും പോരാ. എന്താ ഗൗരി ഇത്? നീ കൂടെ അറിഞ്ഞിട്ടില്ല എല്ലാം തുടങ്ങിയത്. എന്നിട്ട് വല്ലതും നടന്നോ? കാശ് പോയത് മിച്ചം. ബാറ് തുറക്കാത്തതിന് നീ എന്നെ കുറ്റപ്പെടുത്തരുത്. ഇപ്പൊ അതൊന്നും അല്ല പ്രശ്നം. കൊടുക്കാനുള്ള പൈസ സമയത്ത് കൊടുത്തില്ലെങ്കിൽ നാട്ടുകാരുടെ മുമ്പേ ഞാൻ നാണം കെടും. അങ്ങനെ വന്ന ഈ സേതു ജീവിച്ചിരിക്കില്ല. ഇങ്ങനെ ജീവിച്ചിരിക്കുന്നതിലും ഭേദം മരിക്കുന്നതാ. നീ ഫോൺ എടുക്കാതെയാണോ പോയെ? എത്ര നേരമായിട്ട് പൂജ വിളിച്ചോണ്ടിരിക്കുക? എന്താ മോളെ? അച്ഛൻ അവിടെ ഉണ്ടോ? അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. മോൾ ടെൻഷൻ അടിക്കണ്ട, ഞാൻ നോക്കിട്ട് വരാം. हेलो। ए ശരിക്കും നോക്കോട്ടോ. നിർത്ത്. എന്തേ? സേതു ആണെന്ന് തോന്നുന്നല്ലോ. സേതുട്ടാ, എഴുന്നേക്ക്. എഴുന്നേറ്റേ. വാ, ഒന്ന് പിടിച്ചു. വാ സേതുട്ടാ. പിടിച്ചു. ദേവുവിനോട് എന്തെങ്കിലും കഴിക്കാനെടുത്ത് വയ്ക്കാൻ പറയട്ടെ. എന്തിന്? ഞാനൊന്നും കഴിക്കുന്നില്ല. കള്ളും കുടിച്ചിട്ട് പട്ടിണി നടക്കാനാ? എന്തൊരു കഷ്ടമായത്. ഗിരീശ, ഈ സേതുവിന്റെ മട്ടും ഭാവം കണ്ടിട്ടേ എനിക്കെന്തോ പന്തികേട് തോന്നുന്നു. ഈ രാത്രി ഒന്ന് നമുക്കവനെ ശ്രദ്ധിക്കണം. ചേട്ടൻ പോയി കിടന്നു, ഞാനിവിടെ ഇരുന്നോളാം. വേണ്ട, ഞാനിവിടെ കിടക്കാം. വേണ്ട, ചേട്ടൻ ചെല്ല്, ഒരു ഉറക്കം കളയണ്ട. ചെല്ല്, പോയി കിടന്നു. നിങ്ങൾ ഇറങ്ങിയോ?
ഒരു 5 മിനിറ്റ്, ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി തരാം. വേണ്ട ആൻറ്റി, ഞങ്ങൾ പോയിട്ട് വരാം, പിന്നെ വരാം. ശരി ആൻറ്റി. ശരി. അച്ഛനമ്മമാരുടെ പിണക്ക എല്ലാ വീട്ടിലുള്ളതാ. അതിന് നീ ഇങ്ങനെ മൂഡ് ഔട്ട് ആയാലോ? നീ വിഷമിക്കണ്ട, പോട്ടടി. ശരി ശരി എന്നാ. അച്ഛൻ എവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് അമ്മ അതിനെക്കുറിച്ച് എന്തെങ്കിലും അന്വേഷിച്ചോ? ഞാൻ എവിടെ പോയി അന്വേഷിക്കാനാ? എവിടെയാ പോയി കിടക്കുന്നെന്ന് പുന്നാര മോൾക്കല്ലേ അറിയൂ. നിനക്ക് അത്രയ്ക്ക് ദണ്ണം ഉണ്ടെങ്കിൽ നീ തന്നെ പോയി കണ്ടുപിടിക്ക. അമ്മേ ദേ, വെറുതെ എന്റെ വായിരിക്കുന്ന കേൾക്കാതെ കയറിപ്പോയേ. ടീച്ചറെ ഞാൻ കാണണമെന്ന് പറഞ്ഞത് കഴിഞ്ഞ ദിവസം എൻ്റെ മോനിൽ നിന്നും കുറച്ച് ലഹരി പദാർത്ഥങ്ങൾ ഞാൻ പിടിച്ചു. അവനെ ഒന്ന് സഹായിച്ചപ്പോൾ ഇവിടെ സ്കൂളിലുള്ള 3-4 കുട്ടികളാണ് അവനെ അത് ഏൽപ്പിച്ചതെന്ന് പറഞ്ഞു. ഞങ്ങളുടെ സ്കൂളിലെയോ? ഏത് കുട്ടികള്? ടീച്ചർ ട്രെയിൻ ചെയ്യുന്ന ഷട്ടിൽ ടീമില്ലേ, അവരാണ്. എന്തായാലും ഞാൻ എൻ്റെ മകനെ ടി സി വാങ്ങി മാറ്റാൻ തീരുമാനിച്ചു. ഈ പറഞ്ഞ കുട്ടികളുടെ പേരൻസുമായി ടീച്ചർ ഒന്ന് സംസാരിക്കണം. ഇല്ലെങ്കിൽ അവരുടെ ഭാവി. ഞാൻ സംസാരിക്കാൻ ഡോക്ടർ. ഇത് ഒരുപാട് പേരുമായി ചർച്ച ചെയ്യേണ്ട വിഷയമല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ടീച്ചറെ തന്നെ കാണാൻ വന്നത്. തുടക്കമായതുകൊണ്ട് നല്ല കൗൺസിലിംഗ് കൊണ്ട് കാര്യങ്ങൾ മാറ്റിയെടുക്കാം. പൂജയല്ലേ? നമ്മളെന്താ പെണ്ണ് ചാടിയാ?
മനുഷ്യന് കുളിക്കാൻ സമ്മതിക്കൂല. ഇവളിത് എങ്ങോട്ട് പോയി? അത് കൊള്ളാം. പേടിച്ചു പോയി. അച്ഛാ, അച്ഛൻ വീട്ടിലേക്ക് വാ. അച്ഛൻ വീട്ടിലില്ലാതെ ഒരു രസമില്ല. പൂജമോള് പറയുന്ന അച്ഛൻ കേൾക്കുന്നില്ലേ? എന്താ പറ്റിയ നമ്മുടെ സേതുവിന്? അവൻ എന്നോട് എന്തെങ്കിലും പറഞ്ഞോ? അവൻ ഒരുപാട് കടങ്ങളുണ്ടെന്നാ തോന്നുന്നേ. ഞാൻ എത്ര ചോദിച്ചിട്ടും അവനൊന്നും തുറന്നു പറയുന്നില്ല. അച്ഛാ. ആ മോളെ, മനു നന്നായി പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? ആ ഉണ്ടച്ഛാ, പഠിക്കുന്നുണ്ട്. അപ്പൊ മോളോ? അത് പിന്നെ പറയാനുണ്ടോ, അച്ഛന്റെ മോള് നമ്പർ 1 അല്ലേ. ആ പിന്നെ അച്ഛാ, സ്റ്റേറ്റ് ബാഡ്മിന്റന്റെ കോമ്പറ്റീഷൻ തുടങ്ങുക. അതിന്റെ പ്രാക്ടീസിലാണ് ഞാനിപ്പോ. അച്ഛന്റെ പേര് കളയില്ലല്ലോ മോള്. ഇത്ര നേരായിട്ടും അച്ഛൻ അമ്മയെ കുറിച്ചൊന്നും ചോദിച്ചില്ലല്ലോ. അതിന് അവൾക്ക് തന്നെ ആവശ്യമില്ലല്ലോ. അച്ഛാ, അത് പിന്നെ അമ്മ. വേണ്ട, ഒന്നും പറയണ്ട. അങ്ങനെ പെട്ടെന്ന് ജോയിന്റ് കിട്ടണമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാ. പിന്നെ നിങ്ങളെല്ലാം പോലീസിന്റെ നിരീക്ഷണത്തിലോ? തന്നെ ഒന്ന് പോയിക്കണോ? വേണ്ട, അവന്മാര് വരട്ടെ. അവനോടെ പോയി ക്യാഷ് അറേഞ്ച് ചെയ്യാൻ പോയതാ, ഇപ്പൊ വരും. ഒരു വരട്ടെ. നമ്മുടെ സേതു ഭയങ്കര മനപ്രയാസത്തിലാ. ഈ ഒരു അവസ്ഥ തുടർന്നാ നമുക്ക് എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ അതൊരു ദോഷമായിട്ടേ തീരൂ. ഞാനും അത് ആലോചിക്കാതിരുന്നില്ല. സേതുമാധവൻ എന്താ ഇത്ര വലിയ പ്രശ്നം? സാമ്പത്തിക പ്രശ്നം അല്ല എന്താ. പലയിടത്തുനിന്നായി കുറെ കാശ് വാങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ശശി എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, നമ്മളോടൊന്നും പറയാതെ എല്ലാ വിഷമങ്ങളും ഉള്ളിലൊതുക്കി നടക്കുക. അതുകൊണ്ടാ നമുക്ക് കൊടുത്തു തീർക്കാൻ പറ്റുന്ന ബാധ്യതയാണെങ്കിൽ നമ്മുടെ പാടം വിട്ടിട്ടെങ്കിലും കൊടുത്തു തീർക്കണം, എത്രയും പെട്ടെന്ന്. പാടം വിൽക്കാൻ വരട്ടെ. എന്റെ കയ്യിൽ കുറച്ച് സ്വർണ്ണ ഇരിപ്പുണ്ട്, അത് ഞാൻ തരാം. അത് വിറ്റ് വല്ലതും. എന്റെ സ്വർണ്ണം ഞാനും തരാം. ഓടിയിട്ടൊന്നും ഒരു കാര്യമില്ലെന്നാ തോന്നുന്നേ. ആ ശരി ശരി. എടുത്തി അങ്ങോട്ട് വന്നൊന്ന് കാണാതിരിക്കായിരുന്നു ഞാൻ. മോളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. തറവാട്ടിലേക്ക് ആദ്യം വന്നത് മോളല്ലേ. സ്ഥാനം കൊണ്ട് എന്റെ മോളല്ലെങ്കിലും സ്നേഹം കൊണ്ട് ഇപ്പോഴും എന്റെ മോള് തന്നെയാ. അമ്മേ, ഇതൊക്കെ ഇപ്പൊ പറയാനുള്ള കാര്യം എന്താ? ഒരു കുടുംബമാകുമ്പോ പല പ്രശ്നങ്ങളുണ്ടാവും. കുറച്ചൊക്കെ നമ്മൾ ക്ഷമിച്ചാലല്ലേ ഇത് മുന്നോട്ട് പോവുള്ളൂ. കുഞ്ഞുണ്ണിയുടെ കാര്യം തന്നെ ഒന്ന് നോക്കുമോളെ. അമ്പലമൊന്നും പറഞ്ഞ് അവൻ ഊരു ചുറ്റി നടക്കുക. അവര് തമ്മിൽ എന്തെങ്കിലും വഴക്കിടുന്നുണ്ടോ? അമ്മേ, എനിക്ക് വീട്ടിൽ കുറച്ച് പണിയുണ്ട്, ഞാനെന്നാ പോവാ. ദൈവമേ. വാമേ പോ. ഭൂമി കറങ്ങുന്നുണ്ടോടാ ഉണ്ടേ. നിന്റെ ഒടുക്കത്തൊരു പദ്ധതി പണിയായനെ. അവന്റെ നശിച്ച പ്ലാൻ അച്ഛനാണെന്ന് മനസ്സിലായതുമില്ല. ഞാനെന്ത് ചെയ്യാനാ? മനുവേട്ടാ, ഉറങ്ങിയില്ലേ? ഇല്ല, ഞാൻ കുളിക്കാൻ പോവാ.
എന്തായാലും നിങ്ങൾ രണ്ടാളും കൂടി ആലോചിച്ച് വേണ്ട പോലെ ചെയ്യേ. ഞാൻ കൂടെ ഉണ്ടാവും. പോട്ടെ മോളെ. നിർത്തിക്കേ. ചേട്ടന്മാരൊന്നും മാറി. വെറുതെ വിയർപ്പിന്റെ അസുഖം ഉണ്ടാക്കണ്ട. എന്താ? സ്റ്റേറ്റ് ഗെയിംസിന്റെ ലിസ്റ്റിൽ നിന്ന് നിങ്ങളുടെ പേര് വെട്ടി. അതെ, ലിസ്റ്റിൽ നിന്ന് നിങ്ങളുടെ പേര് വെട്ടിന്ന്. മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാവില്ല. വർഷ ഒന്ന് വന്നേ. വാടാ നമുക്ക് പോടാ. നിക്കടാ. ആര് പറഞ്ഞിട്ടാ അനിത ടീച്ചർ ഞങ്ങളെ മാറ്റിയത്? അത് പിന്നെ നിങ്ങൾ പറഞ്ഞ സമയത്ത് തന്നെ പ്രാക്ടീസിന് വരണില്ലെന്നും ഫുൾ ടൈം ഉഴപ്പാണെന്നും ആരും അനിത ടീച്ചറിന്റെ അടുത്ത് കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട്. ആരായിരിക്കും? ഇനി ഇക്രു എങ്ങനെയാണോ പറഞ്ഞു കൊടുത്തത്? ഏയ് അവനല്ല, അവൻ TC വാങ്ങി പോയതല്ലേ, അവൻ അങ്ങനെ പറയില്ല. ആരാ പറഞ്ഞതെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷെ കോട്ടയത്ത് ക്യാമ്പിന് പോണത് ഞങ്ങളാണെന്നാ അനിത ടീച്ചർ പറഞ്ഞത്. നിങ്ങൾ ഇനി വേണമെങ്കിൽ ടീച്ചറെ പോയി കണ്ടോ. നിങ്ങൾ ഇനി ടീച്ചറെ പോയി കണ്ടിട്ട് കാര്യമൊന്നുമില്ല. വേറെ പിള്ളേരെ കോട്ടിലിറക്കും അനിത ടീച്ചർ പറഞ്ഞത്. വാടാ ചോദിക്കാം. പക്ക പ്രൊഫഷണൽ ആയിരിക്കണം. പ്രാക്ടീസിൽ യാതൊരു വിധത്തിലുള്ള കള്ളത്തരം ഉണ്ടാവാൻ പാടില്ല. പിന്നെ ഒരു തരത്തിലുള്ള ഉഴപ്പും ഞാൻ അനുവദിക്കില്ല. ഞാൻ ഈ പറഞ്ഞതൊക്കെ സമ്മതമാണെങ്കിൽ വെട്ടിയ പേര് ഞാൻ തിരുത്തും. അങ്ങനെയാണെങ്കിൽ കോട്ടയത്ത് അടുത്ത ആഴ്ച നടക്കുന്ന ക്യാമ്പിൽ ഞങ്ങളോടൊപ്പം നിങ്ങൾക്കും ചേരാം. ടീച്ചർ പറഞ്ഞെല്ലാം ഞങ്ങൾക്ക് സമ്മതമാണ്. താങ്ക് യു ടീച്ചർ. താങ്ക് യു ടീച്ചർ. ബ്രോ. എങ്ങനെയാ പ്ലാൻ? അവരോട് ഞാൻ ടൂർ പോവാന്ന് പറഞ്ഞിരിക്കുന്നത്. എല്ലാം അവിടെ ചെന്നിട്ട് അറിഞ്ഞാൽ മതി. ഡോക്ടറോട് സംസാരിച്ചോ? ഇന്ന് രാവിലെ വിളിച്ചിരുന്നു. അവനോട് ഉണ്ടാവുന്ന പറഞ്ഞത്. ദേ അവരോട് നിൽക്കുന്നുണ്ട്. എടാ വണ്ടി വന്നടാ. ഗുഡ് മോർണിംഗ്. ചെറിയ വേഗം പോവാ, അവരോട് വെയിറ്റ് ചെയ്യുക. അതിനെന്താ, നിങ്ങൾ കേറ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ് മിസ്. വേഗം ആവട്ടെ. ഇങ്ങോട്ടിരിക്കേ. നോക്കാതെ നോക്കാതെ കണ്ണിൽ നീ നോക്കാതെ നാണത്താൽ മുങ്ങിപ്പോകും ഞാനിതാ. ഹേ നോക്കാതെ നോക്കാതെ കണ്ണിൽ നീ നോക്കാതെ നാണത്താൽ മുങ്ങിപ്പോകും ഞാനിതാ. ഒരു സാരംഗിയായി മനം മീട്ടുന്നിതാ, അതിനല നിന്നെ തിരയുന്നിതാ. ഒരു സാരംഗിയായി മനം മീട്ടുന്നിതാ, അതിനല നിന്നെ തിരയുന്നിതാ. ചൊല്ലക്കുളിരല്ലി പൂമുത്തായ നെഞ്ചിൻ ചെമിഴിനുൾ തൂകുന്നേ, തുള്ളിത്തിര തുള്ളിപ്പോകുന്നേ മോഹം നിര നിറയെ. ചൊല്ലക്കുളിരല്ലി പൂമുത്തായ നെഞ്ചിൻ ചെമിഴിനുൾ തൂകുന്നേ, തുള്ളിത്തിര തുള്ളിപ്പോകുന്നേ മോഹം നിര നിറയെ. ഹേ മായാതെ മായാതെ
മായാതെ വിങ്ങിപ്പോകും ഞാനിതാ. ഹേ മായാതെ മായാതെ മഞ്ഞിൽ നീ മായാതെ കാണാതെ വിങ്ങിപ്പോകും ഞാനിതാ. ഒരു നീർത്തുള്ളിയായി സ്വയമൊരുകുന്നിതാ, ഒരു നൊടി നിന്നിലലിയുന്നിതാ. ഒരു നീർത്തുള്ളിയായി സ്വയമൊരുകുന്നിതാ, ഒരു നൊടി നിന്നിലലിയുന്നിതാ. ചൊല്ലക്കുളിരല്ലി പൂമുത്തായി നെഞ്ചിൻ ചെമിഴിനുൾ തൂകുന്നേ, തുള്ളിത്തിര തുള്ളിപ്പോകുന്നേ മോഹം നിറ നിറയെ. ചൊല്ലക്കുളിരല്ലി പൂമുത്തായി നെഞ്ചിൻ ചെമിഴിനുൾ തൂകുന്നേ, തുള്ളിത്തിര തുള്ളിപ്പോകുന്നേ മോഹം നിറ നിറയെ. മനസ്സോ എൻ മനസ്സോ മായാമയൂരം പോലെ നടനമാടുന്നു പ്രണയമാം മേഘമരികിലെത്തുന്ന പോൽ. നീയില്ലാതെ വയ്യെന്നു ചൊല്ലുന്നു മെല്ലെ എൻ ശ്വാസതാളങ്ങൾ ഓരോന്നുമേ. ചൊല്ലക്കുളിരല്ലി പൂമുത്തായി നെഞ്ചിൻ ചെമിഴിനുൾ തൂകുന്നേ, തുള്ളിത്തിര തുള്ളിപ്പോകുന്നേ മോഹം നിറ നിറയെ. ചൊല്ലക്കുളിരല്ലി പൂമുത്തായി നെഞ്ചിൻ ചെമിഴിനുൾ തൂകുന്നേ, തുള്ളിത്തിര തുള്ളിപ്പോകുന്നേ മോഹം നിറ നിറയെ. ആ എല്ലാരും ഇറങ്ങിക്കോ. വാ വാ വാ, വേഗം വാ. കിടില സ്ഥലം, അടിപൊളി ടീച്ചർ, അടിപൊളി സ്ഥലം കേട്ടോ. ഇതെന്റെ ഒരു ഫ്രണ്ടിന്റെയാ. ഇനി നമുക്ക് എല്ലാവർക്കും ഭക്ഷണം കഴിച്ചിട്ട് യാത്ര പോകാം. മോനെ എന്താന്ന് വെച്ചാൽ ഓർഡർ ചെയ്തോ. ഇന്നത്തെ ഫുൾ ട്രീറ്റ് ചെറിയച്ഛന്റെ വക. രവി, വേണ്ട ഡോക്ടർ, എനിക്കിനി ഇത് വേണ്ട. ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഇനി മദ്യവെക്കില്ല. അതിന് എന്നെ സഹായിച്ച ഡോക്ടറോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. അത് മതി എനിക്ക്. മനസ്സ് ദുർബലപ്പെട്ടാൽ ഏത് വില കൂടിയ മരുന്നിനും തോറ്റ് പിന്മാറേണ്ടി വരും. സ്വയം ഞാൻ എന്താണെന്നും തൻ്റെ ജീവിതത്തെക്കുറിച്ചും വ്യക്തമായൊരു കാഴ്ചപ്പാട് നമുക്കെന്നുണ്ടായിരിക്കണം. നിന്നെ കണ്ടിട്ട് കുറേ നാളായല്ലോ. നീ എപ്പോഴാ എത്തിയേ? ആ, കുറച്ചു ദിവസമായി. എന്താ പൂജയുടെ മുഖത്തൊരു വിഷമം? ഏയ് ഒന്നുമില്ല. അല്ല, ചേട്ടൻ്റെയും ഫ്രണ്ട്സിൻ്റെയും കാര്യം ഓർത്താണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. കുറച്ച് ദിവസം, അത് കഴിഞ്ഞ് അവരിവിടുന്ന് ഇറങ്ങുമ്പോൾ എല്ലാ ചീത്ത സ്വഭാവങ്ങളും മാറ്റി നല്ല കുട്ടികളായിരിക്കും. മാത്രമല്ല, ഒരു ഡീറ്റെയിൽസും ഇവിടുന്ന് പുറത്ത് പോവുകയില്ല. എന്നാ ഞങ്ങളങ്ങോട്ട് ഇറങ്ങട്ടെ, കാണാം. ധൈര്യമായിട്ട് പോയിട്ട് വാ. അവരിവിടെ പൂർണ്ണ സുരക്ഷിതരായിരിക്കും. ഓക്കെടാ, താങ്ക് യു. എന്നാ ശരി ഡോക്ടർ. ശരി. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. മനുവും കൂട്ടുകാരും നമ്മളോട് നല്ല ദേഷ്യത്തിലായിരിക്കും അല്ലേ? എന്തായാലും നമ്മുടെ പ്ലാൻ സക്സസ് ആയല്ലോ. ഡോക്ടർ പറഞ്ഞ പോലെ ചേട്ടനും കൂട്ടുകാരും എത്രയും പെട്ടെന്ന് നല്ല മനുഷ്യരായി തിരിച്ചു വരും. അതാണ് എൻ്റെ പ്രതീക്ഷ. വർഷേ,
നീ എന്താ ഇഞ്ചി അടിച്ച് കുറയ്ക്കേണ്ട പോലെ ഇരിക്കുന്നേ? അല്ല ടീച്ചറെ, ഇപ്പൊ അവരുടെ അവസ്ഥ ഞാനൊന്ന് ആലോചിച്ചു പോയതാ. എന്നാലും എന്റെ മനു, നിന്റെ പെങ്ങളും കൂട്ടുകാരിലും കൂടി നമ്മളൊരു നല്ല പെടുത്തലാ പെടുത്തിയേ. അവർക്ക് ഒരു പണി വെച്ചിട്ടുണ്ട്, എങ്ങനെയാലും ഒന്ന് പുറത്തിറങ്ങി കിട്ടണം. അതിന് ആദ്യ ഈ സ്ഥലത്ത് നിന്ന് എങ്ങനെയെന്ന് രക്ഷപ്പെടുമെന്ന് പറ. എങ്ങനെ രക്ഷപ്പെടാൻ? അത് സെക്യൂരിറ്റികളുടെ കണ്ണുപിടിച്ച്. എനിക്ക് പ്രതീക്ഷയില്ല. ഡാ ദേ നോക്കി, റോക്കിയിലടത്. റോക്കി, ഡാ. അല്ല ഇവനെന്ത് ഇവിടെ? ഇതെന്താ സംഭവം? ഇറങ്ങടാ പുറത്തേക്ക്. അയ്യോ എന്താ സാർ പ്രശ്നം? എന്റെ കാശ് വാങ്ങിട്ട് ബാറി ഒന്ന് ഒളിച്ചിരിക്കുന്നല്ലേ? കാശ് കിട്ടിയോടാ എന്നെ വന്ന് കണ്ടോണം. വെറുതെ എന്നെ നിന്റെ വീട്ടിൽ വരുത്തരുത്. അതെ ഞാൻ പോരാം. കളിച്ച് കോളൊക്കെ വെച്ചിരിക്കാം. എന്തായാലും നോക്കാം. ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ട് സേതോട്ടാ? കയ്യിലിരിക്കണ കാശോ പോയി, ആരോഗ്യം കൂടി കളയണോ? വന്നേ, എഴുന്നേറ്റേ, ഒന്ന് പിടിച്ചേട്ടാ. പിടിച്ചോ, വാ. വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട്. കേറ് കേറ്. നീ കൂടി കേറ്. ഇരുന്നോടാ. പോട്ടെ. ഇനി ഇതിന്റെ ഒരു കുറവുണ്ടായിരുന്നു. ഇപ്പൊ പൂർത്തിയായി. ഇവിടെ നേരെ ഇരുന്നേക്കുള്ളൂ. ചേട്ടൻ ഇവിടെ വന്നിരിക്കണോ? ഞങ്ങള് പട്ടാളക്കാര് ഒരു ദിവസത്തെ ലീവിന് വേണ്ടി കാത്തിരിക്കുന്നവരാ, കുടുംബത്തേക്കൊന്ന് ഓടിയെത്താൻ. നിങ്ങൾക്കൊന്നത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ആ കുടുംബത്ത് മനസ്സമാധാനമില്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ട് എന്താ കാര്യം ചെയ്തോട്ടെ? ഏട്ടനെ ഉപദേശിക്കുകയാണെന്ന് കരുതണ്ട. ഒരു അന്തമില്ലാത്ത ഈ കുടി ശരിയല്ല. ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ദേവയെടുത്തിയും ഭാമിയുമാണ് എന്നെ സ്വർണം തന്ന് സഹായിച്ചത്. ഗൗരി എന്നോട് പറഞ്ഞു പോയി ചത്തോളാൻ. സേതുവേട്ടനിപ്പോ ഏതവസ്ഥയിലാണെന്ന് ഏട്ടത്തേക്ക് അറിയാമോ? എനിക്കെങ്ങനെ അറിയാനാ? കുടുംബത്തിൽ കയറാതെ തോന്നിയ പോലെ നടക്കല്ലേ നിന്റെ ഏട്ടൻ? അതെ, ബിസിനസ് ആവുമ്പോ ചിലപ്പോ കയറ്റിറക്കങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ നേരിടണം. ഇതിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ വഴക്കടിച്ചാ അതിനൊരു പരിഹാരമാവൂ? അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? ബാറിന്റെ പേരും പറഞ്ഞ് ചുറ്റും നടന്ന് കടം മേടിച്ചില്ലേ? അതിനുവേണ്ടി വിൽക്കാൻ ഇനി എന്റെ കയ്യിൽ സ്വർണ്ണമില്ല ഗിരീഷ. തറവാട്ടിൽ നിന്നിറങ്ങി പല ബിസിനസ്സുകൾ ചെയ്യുമ്പോഴും നിങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങൾ ആരും എതിരെ നിന്നിട്ടില്ല. നിങ്ങൾ സന്തോഷമായിട്ടിരിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ ഈ സ്വർണത്തിൻ്റെയും പണത്തിൻ്റെയും പേരിൽ നിങ്ങൾ വഴക്കിടരുത്. ഏടത്തിയെ കുറ്റപ്പെടുത്തല്ല, പക്ഷേ ഇങ്ങനെയൊക്കെ കാണേണ്ടി വരുമ്പോൾ എനിക്ക് സങ്കടമുണ്ട് ഏടത്തി. വല്യച്ഛൻ വലിയ വൈദ്യനാണെന്നാണല്ലോ എല്ലാരും പറയുന്നേ. അത് സത്യം തന്നെയാ, വലിയ വൈദ്യം തന്നെയായി നന്ദിനുണ്ണി. എന്തേ, നിനക്കിപ്പോ സംശയം ഉണ്ടോ മോളെ? വല്യച്ഛന്റെ കഴിവ് തെളിയിക്കാൻ ഞാനൊരു അവസരം തരട്ടെ? എന്താവസരം? കുടി മാറ്റുവോ? അതിന് മോള് കുടിക്കോ? എനിക്കല്ല, അച്ഛന്റെ കുടി മാറ്റുന്ന കാര്യ. സേതുവിനെ ഞാൻ കുറച്ച് നാളായി ശ്രദ്ധിക്കണം. അവനുള്ള മരുന്നുകൂട്ടുകൾ ഞാൻ ശരിയാക്കി വെച്ചിരിക്കണം. പക്ഷെ അവനൊന്ന് ഇരുന്ന് തരണ്ടേ? അത് ഞാൻ ഏറ്റു. എന്നാ നമുക്ക് നാളെ തന്നെ തുടങ്ങാം. വാ.
സൂക്ഷിച്ച്. എന്നെ പോലും ചെയ്യരുത്. എന്നെ പോലെ ക്ഷമിക്കും മോളെ. എല്ലാത്തിനും കാരണം ഇതൊന്നും നിർത്തിക്കൂടെ? മോളെ എന്നോട് ക്ഷമിക്കും മോളെ. മോളെ എന്റെ മോളെ. കുറുന്തോട്ടിയും രണ്ടും കൂടെ ചേർത്ത് കുത്തി 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 കുത്തി. എത്ര പാടുപെട്ട് പറിച്ചാന്നറിയോ? എന്നാ നിന്റെ കുറുന്തോട്ടി. കുറുന്തോട്ടി ചോദിച്ചിട്ട് കടുത്തവയും കൊണ്ടുവന്നിരിക്കുന്നോ? എന്തായാലും കൊണ്ടുവന്നില്ലേ, കളയണ്ട. ഈ കൂട്ട കൂട്ടിയിട്ട് വല്ല പ്രയോജനം ഉണ്ടാവോ എന്തോ. ഉണ്ടായാ മതിയായിരുന്നു. എന്താ ഉണ്ണി നീ വിഷമിച്ചിരിക്കണേ? അല്ല നീ കരയാ? ഇതൊന്നും കാണാൻ അമ്മയ്ക്ക് ശക്തി ഇല്ലാട്ടോ. ഉണ്ണിയുടെ കണ്ണിലൊരു ചെറിയ കരട്, അത് നമ്മളെല്ലാം കൂടി എടുത്ത് കളയണോ അല്ലേ ഉണ്ണിയെ? ഈ ഏട്ടനും അച്ഛനും എല്ലാവരും ഇല്ലേ നിനക്ക്? പിന്നെന്തിനാ നീ കരയണേ? ഈ ചികിത്സ കഴിയുന്നതോടുകൂടി ചേട്ടൻ പഴയതുപോലെ തീരും. എന്റെ ചില പ്രത്യേക ചേരുവകൾ ഈ മരുന്നിലുണ്ട്. എന്തു ചേരുവ? വെള്ളം, പിന്നെ തീ. നാരായണ എടുത്തിയുടെ വയറ്റീന്ന് പോക്ക് ഇതുവരെ നിന്നിട്ടില്ല അത്ര. കിണിക്കണ്ട. മന്ത്രതീർത്ഥമായൊഴുകും സുഖതരം ദേവപുണ്യമാം ധാരലയം, ദോഷചിന്തിതം ഒഴിയും വേദം, കാലമോക്ഷമാം ജീവാമൃതം. ഇരുളടഞ്ഞുറഞ്ഞൊരു മനസ്സിൽ കുളിരൊളി പുതിയൊരു പുലരി തന്നുദയത്തിൻ കിരണമായി. മന്ത്രതീർത്ഥമായൊഴുകും സുഖതരം ദേവപുണ്യമാം ധാരലയം, ദോഷചിന്തിതം ഒഴിയും വേദം, കാലമോക്ഷമാം ജീവാമൃതം. പെർഫെക്റ്റ്. തുടക്കത്തിലെ അവരോട് എത്തിച്ചുകൊണ്ട് മാറാൻ അവർക്കും ബുദ്ധിമുട്ടുണ്ടായില്ല. വഴി വിട്ടുപോകുന്നു തോന്നിയെടുത്തു നിന്നാണ് നമ്മൾ അവരെ തിരിച്ചുകൊണ്ട് വന്നത്. എനിക്ക് ഉറപ്പായിരുന്നു നിനക്ക് അവരെ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന്. അതുകൊണ്ടാണ് ഇത്ര ദൂരമായിരുന്നിട്ടും നിന്റെ അടുത്ത് തന്നെ വന്നത്. നമ്മളെ പോവല്ലേ? ഇപ്പൊ ടെൻഷനൊന്നും ഇല്ലല്ലോ അല്ലേ? കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. വാ, അവരവിടെ ഉണ്ട്. അമ്മേ, അമ്മേ. മോള് വിളിക്കുന്നു, ഞാൻ വിളിക്കാം. ഈ നിലവിളക്ക് കരിന്തിരി കത്തുന്നത് കാണാതെ അമ്മ ഇവിടെ എന്തെടുക്കുമായിരുന്നു? നീ തറവാട്ടിൽ പോയിട്ട് ഇപ്പോഴല്ലേ വന്നത്? എനിക്കിവിടെ 100 കൂട്ടം പണിയുണ്ടായിരുന്നു. നീ ഒന്ന് പോയ എന്നെ പഠിപ്പിക്കാതെ.
എന്തൊരു മഴ. മോളെ ചെറിയച്ഛന് തോർത്തെടുത്ത് കൊടുത്തേ. മോളെ ഈ മൊബൈൽ ഒന്ന് ചാർജ് ചെയ്യാൻ വെച്ചേക്ക്. ഗിരീഷ് ഇരിക്കും. എടുത്ത് ആ ഫോണും തന്നെ ബേസ് ക്യാമ്പിലേക്ക് വിളിച്ച് ലീവ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാനാ. ഹലോ, അജയ് സാറിനൊന്ന് കണക്ട് ചെയ്യൂ. ഹലോ. ആ ഹലോ സാർ. സാർ എനിക്ക് ലീവ് ഒന്ന് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യണമായിരുന്നു. ആ വീട്ടിൽ കുറച്ച് അതെ സാർ. ആ ഓക്കെ. ആ ശരി സാർ, ഞാൻ മെയിൽ ചെയ്യാം. ഓക്കെ സാർ. കുറെ നേരമായി ഒരു നമ്പറിൽ നിന്ന് കോള് വരുന്നു. ആരാ ഏട്ടത്തി? ഇത് എൻ്റെ കൂടെ പഠിച്ച ഷാരിയാ. ആ എന്നാ ശരി. പൂജ എന്തു പറ്റി? ഇങ്ങനെ ഡെസ്പായാലോ? വാ വാന്ന്. നടക്കൂ. അയ്യോ ഇപ്പോഴോ? എന്നാ ഫോൺ വെക്കട്ടെ. അമ്മേ, എന്താ മോളെ? പിള്ളേരെ പോലെ സെൽഫി എടുത്ത് കളിക്കാം. ഞാനൊരു സെൽഫി എടുക്കട്ടെ, എന്റെ സൗന്ദര്യം ഒന്ന് ആസ്വദിക്കണ്ടേ? എന്റെ അമ്മ അല്ലേലും സുന്ദരിയല്ലേ, അതിന് സെൽഫി എടുത്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലെ മൊബൈലിൽ സെൽഫി എടുത്ത് ആസ്വദിക്കുന്നവരുടെ ചിത്രങ്ങളാ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ പ്രചരിക്കുന്നത്. എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ബിനുവിന്റെ അമ്മ ഇതുപോലെ ആർക്കോ സെൽഫി എടുത്ത് അയച്ചു കൊടുത്തതാ. അതിപ്പോ വേണ്ടാത്ത രീതിയിലാ പ്രചരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യ. അമ്മ വന്നേ, എനിക്ക് വിശന്നിട്ട് വയ്യ. വാ. ഞാൻ ടേബിളിൽ എടുത്തു വെച്ചിട്ടുണ്ട് മോളെ, പോയി കഴിക്കേ. അമ്മ ഒന്നും കഴിച്ചില്ലല്ലോ, വാ നമുക്ക് ഒരുമിച്ച് കഴിക്കാം. വാ. പൂജ, ഈ വിഷയം ഗൗരവമുള്ളതാണ് കേട്ടോ. എനിക്ക് എൻ്റെ അമ്മയെ തിരിച്ചു വേണം, പഴയതുപോലെ. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. പൂജ പറഞ്ഞതുപോലെ അമ്മയുടെ കൈപ്പുണ്യ അപാരം തന്നെ. താങ്ക്സ്. ഭക്ഷണം കഴിക്കുമ്പോൾ മൊബൈൽ നോക്കൊണ്ടിരിക്കുക. ഇതൊന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചൂടെ? എത്ര നാളായി ടീച്ചറെ വീട്ടിലേക്ക് വിളിക്കുന്നു. ഇപ്പോഴെങ്കിലും വരാൻ തോന്നിയല്ലോ. ദേ അമ്മേ, ടാങ്ക് നിറഞ്ഞ് വെള്ളം വീഴുന്നു. ആ ഞാനിന്ന് മോട്ടർ ഓഫ് ചെയ്തിട്ട് വരാം. അയ്യോ, പൂജ പൂജ. അയ്യോ ഇതെങ്ങനെ മാറി? എന്താ അമ്മേ? എന്റെ ഫോൺ എങ്ങനെയാ മാറിയത്? നോക്കട്ടെ. അയ്യോ, ഇത് അനന്ത ടീച്ചറിന്റെ ഫോണാ. ഹലോ. ഹലോ. ആ ടീച്ചർ, ഫോൺ മാറിയെടുത്തോ? അത് അമ്മയുടെ ഫോണാ. ഇനിയൊരു കാര്യം ചെയ്യ്, അമ്മയുടെ ഫോൺ കൊടുത്തേ. ആ അമ്മേ, ദേ അനന്ത ടീച്ചറാ, അമ്മയോട് സംസാരിക്കണമെന്ന്. ഹലോ. ഹലോ, എനിക്ക് പൂജയുടെ അമ്മയെ നേരിട്ട് കാണണമല്ലോ. ഓക്കെ. എപ്പോഴാ ഫ്രീ? ഹലോ ഹലോ, കേൾക്കുന്നില്ലേ?
എന്താ എൻ്റെ ഗൗരിക്ക് പറ്റിയത്? നിനക്ക് ഞാനില്ലേ, വിഷമിക്കണ്ട. ഈ വീട്ടിൽ വന്നതിന് ശേഷം മനസമാനത്തോടെ ഒരു ദിവസം പോലും കഴിഞ്ഞിട്ടുണ്ടോ? വാ, നമുക്ക് തറവാട്ടിലേക്ക് പോകാം. ആ ഇത്തവണ വിഷുവിനെ നമ്മളെല്ലാവരും ഒന്നിച്ചു കൂടണം. അപ്പൊ അടി ഉറപ്പായി. അല്ല, നമ്മുടെ ഗൗരിമോള് വരില്ലേ മാഷേ? പിന്നല്ലാതെ ആര് പോയി വിളിക്കും? നമ്മൾ പോയി വിളിക്കും. വേണ്ട, എൻ്റെ ഗൗരിയെ വിളിക്കാൻ ഞാൻ പോയിക്കോളാം. അത് വേണോ? പെണ്ണുങ്ങളുടെ മുമ്പിൽ നമ്മൾ അടിയറവ് പറയണോ? നീ പോട പട്ടാളക്കാരാ. എൻ്റെ ഭാര്യയുടെ മുമ്പിൽ ഞാൻ തോറ്റു കൊടുത്തെന്ന് വെച്ച് ലോകം അവസാനിക്കാനൊന്നും പോകുന്നില്ല. ഇനിയിപ്പോൾ അഥവാ അവസാനിക്കുന്നെങ്കിൽ അവിടെ അവസാനിക്കട്ടെ. ഞാൻ പോയി കൊണ്ടുവരാം എൻ്റെ ഗൗരീനെ. ധൈര്യമായിട്ട് പോ. ഏട്ടാ, ഏട്ടാ അവിടെ നിൽക്ക. പുറകിന്ന് വിളിക്കാൻ പാടില്ല. അങ്ങനെയുണ്ട്. ആ കൈ ഒന്ന് ഇട്ടിക്ക. ആ കൈ ഒന്ന് ഇട്ട്. ഭാര്യാകർഷണ ഭൈരവ യന്ത്രം ഞാൻ തന്നെ പൂജിച്ചാണ്. ഓക്കെ, ഗുഡ്. ഇത് കെട്ടിയാലുണ്ടല്ലോ, ലോകത്ത് എവിടെയുണ്ടെങ്കിലും ഏടത്തെ മേട്ടനെ തേടി വരും. ഇത് പെട്ടെന്ന് വന്നോ? ചുമ്മാ പറഞ്ഞ ശരിയായല്ലോ ഏട്ടാ. ഞാൻ നേരത്തെ പറഞ്ഞില്ല ഏട്ടാ, എല്ലാം ശരിയാവും. ശരിയായി. അടിച്ചിട്ടൊന്നുമില്ലല്ലോ അല്ലേ? അല്ല, വെള്ളം അടിക്കുമ്പോൾ മാത്രം ഇങ്ങനെ എന്നും ചേർത്ത് പിടിച്ചിട്ടുള്ളൂ. സേതുവേട്ടാ, എന്തായി വീട് മാറുന്ന കാര്യം? നമ്മുടെ എല്ലാ ഐശ്വര്യങ്ങളും ഇവിടെ നിന്നല്ലേ? ഇവിടുത്തെ സന്തോഷവും സമാധാനവും കളഞ്ഞ് എന്തിനൊരു വീട് മാറ്റം? ഒരു സന്തോഷം എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഈ പഴഞ്ചൻ വീട്ടിലേക്ക് എന്റെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ കൊണ്ടുവരാൻ പറ്റുമോ? അകത്തേക്ക് കയറി ശ്വാസം മുട്ടും. ഞാൻ എന്തായാലും തീരുമാനിച്ചു. സേതുവേട്ട മറത്തൊന്നും പറയണ്ട. പെട്ടെന്നൊരു വീട് മാറ്റം. ബാർ ലൈസൻസ് ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ബാങ്ക് ബാലൻസും. പൈസയുടെ കാര്യത്തിൽ ടെൻഷൻ അടിക്കണ്ട. എന്റെ പ്രോപ്പർട്ടി വിറ്റാ കുറച്ച് പൈസ കിട്ടൂലേ? അതുപോലെ എന്തായാലും വീട് മാറണം. അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
അപ്പൊ എല്ലാവരും പോവാണല്ലേ? ഒരുപാട് നന്ദിയുണ്ട് ഡോക്ടർ. ജീവിതത്തിൽ വഴിമാറിക്കൊണ്ടിരുന്ന ഞങ്ങൾക്ക് നല്ല വഴി കാണിച്ചു തന്നതിന്. ഇനി ഞങ്ങൾ ലഹരിയുടെ വഴിക്ക് പോവുകയില്ല. ഞങ്ങൾ ഇനി എന്നും ലഹരിക്കെതിരെയായിരിക്കും ഡോക്ടർ. നിങ്ങളുടെ തീരുമാനങ്ങൾ വളരെ വലുതാണ്. സമൂഹത്തിന് ഒരു മാതൃകയായിട്ട് നിങ്ങൾ മാറണം. തീർച്ചയായും ഡോക്ടർ. താങ്ക്സ്. ശരി. ഓക്കെ. ശരി ഡോക്ടർ. ഓക്കെ. എന്താ ഇങ്ങനെ നോക്കുന്നേ? എത്ര വർഷമായി നമ്മൾ ഒരുമിച്ച് കണിയൊരുക്കിയിട്ട്. നമ്മുടെ ഓരോരോ സന്തോഷങ്ങളായി തിരിച്ചു വരിക. ഈ വീടും ഇവിടെ ഉള്ളവരും, നീയും ഞാനും നമ്മുടെ മക്കളും. ഇതിലും വലിയൊരു സന്തോഷം ഇനി വേറൊന്നുമില്ല. അയ്യോ, പൂജമോൾ ടീച്ചറെ കാണാനാന്നും പറഞ്ഞ് പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല. വരുന്ന വഴിക്ക് വീട്ടിലൊന്ന് കയറുന്നു പറഞ്ഞിരുന്നു. ചേട്ടനൊന്ന് പോയി നോക്കിയിട്ട് വരുമോ? സമയം ഒരുപാടായല്ലോ. ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം. ഇത്രനാളും റെസ്പോണ്ട് ചെയ്യാതിരുന്നിട്ടും ഇപ്പോഴും അമ്മയുടെ മൊബൈലിലേക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ. എന്തൊക്കെ സംഭവിച്ചാലും നാളെ അമ്മയ്ക്ക് വിഷു കൈനീട്ടം കൊടുക്കാൻ അവൻ വരും അത്ര. ഈ വിഷു തറവാട്ടിലെല്ലാവരും മതിമറന്ന് ആഘോഷിച്ചുകൊണ്ടിരിക്കുക. ഏറ്റവും സന്തോഷം എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുഖത്താ. അവൻ വരട്ടെ. നമുക്ക് നല്ലൊരു കണി തന്നെ ഒരുക്കണം ടീച്ചറെ.
ചെല്ല്. എങ്ങനെയുണ്ട് ഞാനൊരുക്കിയ കണി? നിന്റെ മനസ്സിലുള്ള അരുതാത്ത ചിന്തകളൊക്കെ കളഞ്ഞ് പെട്ടെന്ന് തന്നെ ഈ നിമിഷം നീ എൻ്റെ കൂടെ ഇറങ്ങി വരണം. അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഒരു മകനില്ല. ഇത് ഒരമ്മയുടെ ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകളാ. മാറി നിൽക്ക്.